everyone, welcome to Elance Tuitions +2 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യാണ്. മാരത്തോൺ +2 അക്കൗണ്ടിങ് മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇത് മിനി മാരത്തോൺ ആണ്. നമ്മുടെ പബ്ലിക് എക്സാമിന് മുമ്പേ ഉള്ള മിനി മാരത്തോൺ ആണ്. സോ മാക്സിമം ആളുകളിലേക്ക് എന്ത് ചെയ്യണം, ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈവ് ഒന്ന് ഷെയർ ചെയ്യുക. ലൈവിൽ വരുന്ന ആളുകൾ അപ്പം തന്നെ ലൈവ് ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട 2 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അക്കൗണ്ടൻസിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആയിട്ടുള്ള ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, അതേപോലെ റിട്ടയർമെൻറ്റുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, നമുക്ക് റിട്ടയർമെൻറ്റിൽ തുടങ്ങാം തോന്നുന്നു. റിട്ടയർമെൻറ്റ് എന്ന ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. സോ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈവിലുള്ള ആളുകൾ മാക്സിമം ലൈവ് ഒന്ന് ഷെയർ ചെയ്യുക, ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലൈവ് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യണം. ഓക്കെ, സോ ഓക്കെ, നമ്മുടെ ഗ്രൂപ്പ്, ക്ലാസ് ഗ്രൂപ്പിലായാലും അതേപോലെ നിങ്ങൾ സ്റ്റാറ്റസ് നോക്കുക, ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് ലൈവ് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ ആളുകളും വന്ന് സെറ്റായിട്ട് പഠിക്കണടാ. സോ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ എന്നുള്ള ചാപ്റ്ററിനകത്തൊരു പ്രത്യേകത, ദാറ്റ് ഈസ് നമുക്കറിയാം നമ്മൾ പാർട്ട്ണർഷിപ്പ് മാത്രമാണ് +2 ഡിസ്കസ് ചെയ്യുന്നില്ലേ. അക്കൗണ്ടിങ് പാർട്ട് 1 പാർട്ട്ണർഷിപ്പ് മാത്രമാണ് വരുന്നത്. തൊട്ടപ്പുറത്ത് നമുക്ക് AFS പഠിക്കുന്ന കുട്ടികൾക്ക് AFS ഉണ്ട്, അതേപോലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പഠിക്കുന്ന കുട്ടികൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉണ്ട്. സോ നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് വരുന്നതാണ്, AFSൻ്റെ കാര്യം കമൻറ്റ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ AFSൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ AFS കൂടെ പഠിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, ആ ഒരു വിവരം മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, സോ AFSൻ്റെ ക്ലാസ് നമ്മൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. നമ്മൾ റിട്ടയർമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ലെറ്റ് സ്റ്റാർട്ട്. റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. സി, എന്താണ് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് അല്ലേ, പാർട്ട്ണർഷിപ്പിൻ്റെ റീകോൺസ്റ്റിറ്റ്യൂഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എഗ്രിമെൻറ്റിൽ ചേഞ്ച് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ ആണെന്ത്, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. സോ സിംപ്ലി റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിഡ്രോവൽ ഓഫ് എ പാർട്ട്ണർ ഫ്രം ദ ഫേം. വിഡ്രോവൽ ഓഫ് എ പാർട്ട്ണർ ഫ്രം ദ ഫേം, that is from the business with the consent of other partners. മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റോടുകൂടി, സമ്മതത്തോടുകൂടി ഒരു പാർട്ട്ണർ നമ്മുടെ ബിസിനസ്സിനകത്ത് നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, ദാറ്റ് ഈസ് കോൾഡ് റിട്ടയർമെൻറ്റ്. ഓർ ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഡീഡ്, അല്ലെങ്കിൽ അഗ്രിമെൻറ്റിൽ പറഞ്ഞ പ്രകാരം, ഓർ ബൈ ഗിവിംഗ് നോട്ടീസ് ഓഫ് റിട്ടയർമെൻറ്റ് ഈസ് കോൾഡ് റിട്ടയർമെൻറ്റ്. സോ ബേസിക്കലി എന്താണ് റിട്ടയർമെൻറ്റ് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. വിഡ്രോവൽ ഓഫ് എ പാർട്ട്ണർ ഫ്രം ദ ഫേം. നമ്മുടെ ഫേമിനകത്ത് നിന്ന് ഒരാൾ പുറത്തേക്ക് പോകുന്നു, അതിനാണ് നമ്മൾ റിട്ടയർമെൻറ്റ് എന്ന് വിളിക്കുക. അതെങ്ങനെയൊക്കെ സംഭവിക്കാടാ, ഒന്നുകിൽ അത് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ പറഞ്ഞ പ്രകാരമായിരിക്കും. പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ പറയുകയാണ് ഇത്ര ടൈം കഴിഞ്ഞാൽ ഇന്ന പാർട്ട്ണർ റിട്ടയർ ആവും എന്നുള്ള കാര്യം. അപ്പം നമുക്ക് എഗ്രിമെൻറ്റ് പ്രകാരം റിട്ടയർമെൻറ്റിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഇനി അതല്ല, ഒരു പാർട്ട്ണർ ആഗ്രഹിക്കുന്നു അദ്ദേഹം റിട്ടയർ ചെയ്ത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, പാർട്ട്ണർഷിപ്പ് നമ്മുടെ ബിസിനസ്സിന് പുറത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, നോട്ടീസ് അയക്കാം, റിട്ടയർമെൻറ്റിലുള്ള നോട്ടീസ് അയക്കാം. വിത്ത് ദ കൺസെൻറ്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ് അദ്ദേഹത്തിന് റിട്ടയർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിതിനെ നമുക്ക് എന്ത് വിളിക്കാടാ, ഈ പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, റിട്ടയർമെൻറ്റ് എന്ന് വിളിക്കാം. ഈ ചാപ്റ്ററിൽ വാട്ട് ഈസ് റിട്ടയർമെൻറ്റ്, ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം. എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുണ്ട് 2 മാർക്കിന് അല്ലേ. റിട്ടയർമെൻറ്റ് എന്താണെന്നുള്ള നോട്ട് ചോദിച്ചാൽ നമുക്കത് എഴുതാൻ വേണ്ടി പറ്റണം. സോ എന്താണ് റിട്ടയർമെൻറ്റ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു വെക്കണം. നമുക്കിവിടെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് അക്കൗണ്ടിങ് പ്രോബ്ലംസ് ആണ്. അപ്പം ഞാനിവിടെ ചില കാര്യങ്ങൾ, ചില പ്രോബ്ലംസൊക്കെ നമ്മുടെ മോഡൽ എക്സാമിന് ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൂടെ വർക്കൗട്ട് ചെയ്യുക. മോഡൽ എക്സാമിനകത്ത് റിട്ടയർമെൻറ്റ് എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നമുക്കതിവിടെ ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, സോ അക്കൗണ്ടിങ് പ്രോബ്ലംസ് റിഗാർഡിങ് റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റിൻ്റെ സമയത്തുണ്ടാകുന്ന അക്കൗണ്ടിങ് പ്രോബ്ലംസ് എന്തൊക്കെയാണ്? സി, ഈ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഈ പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, കാരണം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അക്കൗണ്ടിങ് പ്രോബ്ലംസ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. അപ്പോൾ നമുക്കൊരു 5 പോയിന്റെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, എക്സാമിന് ചോദിച്ചാൽ എഴുതാൻ വേണ്ടി പറ്റണം. കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, NPR, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവും. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവും. ഒരു പാർട്ട്ണർ പുറത്തു പോയി കഴിഞ്ഞാൽ
നമുക്കറിയാം 3 പാർട്ട്നേഴ്സുള്ള ഫേമാണ്, ഒരാൾ പോയാൽ ബാക്കി 2 പേരുണ്ടാവും. അവിടെ നമ്മൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ഗെയിനിങ് റേഷ്യോ. സോ ഗെയിനിങ് റേഷ്യോ ഉറപ്പായിട്ടും എക്സാമിനേഷൻ ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന ഒന്നാണ്. നമ്മൾ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 1 മാർക്കിനാണ് ഗെയിനിങ് റേഷ്യോ ചോദിച്ചത്. ഞാൻ ആ പ്രോബ്ലം ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ നിലവിലുള്ള ഒരു പാർട്ട്ണർ പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലാഭം ഇനി ആരാണ് വീതിക്കുന്നത്? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സാണ്. ആ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിനുണ്ടാവുന്ന ഗെയിൻ അത് ഏത് റേഷ്യോയിലാണെന്ന് കാണിക്കുന്ന റേഷ്യോ ആണെന്ത്? ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണർക്ക് എന്ത് കൊടുക്കണടാ? അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഫേമിലെ ഗുഡ്വില്ലിൻ്റെ ഷെയർ കൂടെ കൊടുക്കണം. ആ ഗുഡ്വിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടാവണം. റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കറിയാം, നമ്മൾ അഡ്മിഷനകത്ത് റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി പഠിച്ചിട്ടുണ്ട്. സെയിം ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇവിടെയും ചെയ്യാനുണ്ടാവും. എപ്പോഴൊക്കെ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ഈ റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ചെയ്യേണ്ടതുണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടാവും. നമുക്ക് മോഡൽ എക്സാമിന് റീവാലുവേഷൻ അക്കൗണ്ടിന് 2 എൻട്രികളാണ്, ജേണൽ എൻട്രീസ് ആണ് ചോദിച്ചത്. നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് എൻട്രി പാസ് ചെയ്യുക എന്നുള്ള കാര്യം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസർവ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. നോക്കൂ, റിട്ടയർമെൻറ്റ് സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്തുള്ള റിസർവിനെയും സർപ്ലസിനെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്തുള്ള റിസർവും അതേപോലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസിനെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമുക്കിവിടെ ചെക്ക് ചെയ്യാനുണ്ട്. ദെൻ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. നമുക്കൊരു പ്രോബ്ലം ഇവിടെ ചെയ്യാനുണ്ട്. ഞാനൊരു പ്രീവിയസ് ഇയർ പ്രോബ്ലം നിങ്ങൾക്ക് വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിവിടെ വർക്കൗട്ട് ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ. സോ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ദ പാർട്ട്ണർ ഹു ഡൈഡ്. മരണപ്പെട്ട പാർട്ട്ണറിന് നമ്മൾ എത്ര രൂപയാണ് കൊടുക്കാനുള്ളത്, ആ കൊടുക്കാനുള്ള തുക കണ്ടെത്തുക. സോ ഇത് നമ്മുടെ എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. വി ആർ പ്രിപ്പയറിങ് എ ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മളൊരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഓരോ പ്രോബ്ലംസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപ് ഈ ചാപ്റ്ററിൽ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു തിയറിയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഗെയിനിങ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണെന്ത്, ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഗെയിനിങ് ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലൈവിലേക്ക് വരുന്ന ആളുകൾ മാക്സിമം ലൈവ് ഒന്ന് ഷെയർ ചെയ്യുക. ലൈവിൽ വരുന്ന സമയത്തിന് നിങ്ങൾ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. റിട്ടയർമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. മോഡൽ എക്സാമിന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ചോദ്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകണം. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഈ ഡിഫറൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സോ എന്തൊക്കെയാണ് ഡിഫറൻസ് നോക്കാടാ? ഗെയിനിങ് റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ. സോ ഗെയിനിങ് റേഷ്യോ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെത്തിൻ്റെ സമയത്തോ ആണ് നമ്മൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് വാട്ട് പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഗെയിനിങ് റേഷ്യോ. റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത്, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. വേർ സാക്രിഫൈസിങ് റേഷ്യോ ഇസ് കാൽക്കുലേറ്റ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ, പുതിയൊരു പാർട്ട്ണർ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്താണ് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ ദ റേഷ്യോ ഇൻ വിച്ച് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അക്വയർ ദ ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ഷെയർ ഈസ് കോൾഡ് ഗെയിനിങ് റേഷ്യോ. എന്താണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ, the ratio in which continuing partner acquires the outgoing partner's share of profit. തുടരുന്ന പാർട്ട്നേഴ്സ് എത്രയാണോ ഈ പുറത്തേക്ക് പോകുന്ന പാർട്ട്ണറിൻ്റെ ലാഭം എങ്ങനെയാണോ വീതിച്ചെടുക്കുന്നത്, എങ്ങനെയാണോ അക്വയർ ചെയ്യുന്നത്, ആ ഒരു റേഷ്യോ ആണെന്ത് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. വേർ ഓൺ ദി അതർ സൈഡ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ റേഷ്യോ ഇൻ വിച്ച് ദ ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ്. ഓൾഡ് പാർട്ട്ണർ ആർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു, ഇൻകമിങ് പാർട്ട്ണറിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു. പുതിയൊരു പാർട്ട്ണർ കടന്നു വരുമ്പോൾ നമ്മൾ ഈ പ്രോഫിറ്റ്, ഓൾറെഡി ഉള്ള പ്രോഫിറ്റ്
എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് കുറച്ച് വിട്ടുകൊടുക്കേണ്ടി വരും. അങ്ങനെ അവർ വിട്ടുകൊടുക്കുന്ന റേഷ്യോ ആണെന്ത്? സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ദ റേഷ്യോ ഇൻ വിച്ച് ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ദെയർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ന്യൂ പാർട്ട്ണർ. ഓക്കെ, സോ ദെൻ തേർഡ് പോയിന്റ് ശ്രദ്ധിക്കുക. It is calculated to determine the amount of compensation to be paid in the form of goodwill to the outgoing partner. വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ടു ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ടു ബി പെയ്ഡ് ബൈ കണ്ടിന്യൂയിങ് പാർട്ട്ണർ ഇൻ ദ ഫോം ഓഫ് ഗുഡ്വിൽ ടു ദി ഔട്ട് ഗോയിങ് പാർട്ട്ണർ. അതായത് എന്തിനാണ് ഗെയിനിങ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഗുഡ്വിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ട് ഗോയിങ് പാർട്ട്ണർക്ക് ഗുഡ്വിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ സാക്രിഫൈസിങ് റേഷ്യോ എന്താണ്? സാക്രിഫൈസിങ് റേഷ്യോ ഇസ് കാൽക്കുലേറ്റഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ഗുഡ്വിൽ അമംഗ് ദ എക്സിസ്റ്റിംഗ് ഓർ ഓൾഡ് പാർട്ട്നേഴ്സ്. അതായത് ഇൻകമിങ് പാർട്ട്ണർ, പുതിയ പാർട്ട്ണർ വരുമ്പോൾ കൊണ്ടുവരുന്ന ഗുഡ്വിൽ, ആ ഗുഡ്വില്ലായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്ന എമൗണ്ട് ആണ്, ക്യാഷാണ്. ആ എമൗണ്ട് ആരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുന്നത്? എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ആണ്. ആ ഓൾഡ് പാർട്ട്നേഴ്സ് ഏത് റേഷ്യോയിലാണ് ആ ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ദി സാക്രിഫൈസിങ് റേഷ്യോ. സോ സാക്രിഫൈസിങ് റേഷ്യോ എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ടു ഡിറ്റർമിൻ ദ amount of compensation to be paid by the incoming partner, that is new partner, to the sacrificing partners in the form of goodwill. രണ്ട് കേസിലും ഗുഡ്വില്ലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ചെയ്യുന്നത് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഗെയിനിങ് റേഷ്യോ പുറത്തേക്ക് പോകുന്ന പാർട്ട്ണറിന് ഗുഡ്വിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വേറെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകമിങ് പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ, പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ എക്സിസ്റ്റിംഗ് പാർട്ട്ണർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന റേഷ്യോ ആണെന്ത്? സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഇക്വേഷൻ ആണ് ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ ആൻഡ് ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. ഇവിടെ ഗെയിനിങ് റേഷ്യോൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. റിട്ടയർമെൻറ്റ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ ആണ് ഗെയിനിങ് റേഷ്യോയുടെ ഇക്വേഷൻ. സോ അപ്പുറത്ത് സാക്രിഫൈസിങ്ങിൻ്റെ കേസിൽ ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. ഓക്കെ, സോ നമുക്ക് ഇത് നിങ്ങൾ ഈ ഒരു ഡിഫറൻസ് എന്തായാലും പഠിച്ചു വെക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഡിഫറൻസ് ആണെന്ത്? ഇപ്പോൾ നമുക്ക് നേരത്തെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഫ്ലക്ച്വേറ്റിങ്ങും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിൽ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഡിഫറൻസ് ഇല്ലാത്ത എക്സാമിനേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ചാപ്റ്ററിലെയും ഡിഫറൻസസ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഗെയിനിങ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ, ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. സോ ഈ ഡിഫറൻസുകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇത് ഉറപ്പായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ. ഞാനിവിടെ ഗുഡ്വിൽ ട്രീറ്റ്മെൻറ്റ് ഒന്ന് പറയുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഗുഡ്വിൽ ട്രീറ്റ് ചെയ്യുന്നത്? പ്രോബ്ലം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതേ മോഡലുള്ള അതേ പാറ്റേണിലെ ചോദ്യമാണ് നമുക്ക് നമ്മുടെ ഇനി വരാൻ പോകുന്ന എക്സാമിനേഷനും ചോദിക്കുക. ഓക്കെ, സോ ഗുഡ്വിൽ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്ത്, പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഫേമിൻ്റെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. നോർമലി പ്രോബ്ലത്തിനകത്ത് ഫേമിൻ്റെ ഗുഡ്വിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരില്ല. ഫേമിൻ്റെ ഗുഡ്വിൽ ഡയറക്റ്റ്ലി ഗിവൺ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിലായിരിക്കും ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. സോ ഫേമിൻ്റെ ഗുഡ്വിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുക. റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെയാണ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ ഗുഡ്വിലിനെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? റിട്ടയർ ചെയ്തു പോകുന്ന പാർട്ട്ണറുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ 3:2:1 ആണ് റേഷ്യോ. എ ബി സി 3 പാർട്ട്നേഴ്സ് ഉണ്ട്. സി റിട്ടയർ ചെയ്ത് പുറത്തേക്ക് പോവുകയാണ്. 3:2:1 ആണ് റേഷ്യോ. സോ നമ്മുടെ ഫേമിൻ്റെ ഗുഡ്വിൽ 50,000 രൂപയാണെന്ന് വിചാരിക്കുക. എക്സാമ്പിളാണ്, 50,000 രൂപയാണ്. എങ്ങനെയാണ് സീൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ കണ്ടുപിടിക്കേണ്ടത്? സിയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ കണ്ടുപിടിക്കേണ്ടത് 50,000 ടോട്ടൽ ഗുഡ്വിൽ ഇൻറ്റു 1/6 ചെയ്താൽ മതി അല്ലേ? സോ 3 + 2 + 1 6. സോ 1/6 ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടുടാ? ഈ സിയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ കണ്ടുപിടിക്കാം. സോ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിലാണ് നമ്മൾ അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമുക്ക് അവിടെ ആവശ്യമുള്ള സാധനം എന്താണ്? ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം.
ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ നമുക്കറിയാം, ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടുമടാ, ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ ഗെയിനിങ് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് എത്രയാണോ ഗുഡ് വിൽ കൊടുക്കാനുള്ളത് ആ എമൗണ്ട് ഈ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുക, ഗെയിനിങ് റേഷ്യോയിൽ വീതിച്ച് കൊടുക്കണം. ഓക്കെ, അവരുടെ ഗെയിനിങ് റേഷ്യോ എത്രയാണോ ആ റേഷ്യോയിലാണ് വീതിച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഗുഡ് വിൽ ആർക്കാണ് കൊടുക്കേണ്ടത്, ഔട്ട് ഗോയിങ് പാർട്ട്ണർക്കാണ് അല്ലേ, പുറത്തേക്ക് പോകുന്ന പാർട്ട്ണർക്കാണ്, റിട്ടയറിംഗ് പാർട്ട്ണർക്കാണ് കൊടുക്കേണ്ടത്. ആരാണ് ഗുഡ് വിൽ കൊടുക്കേണ്ടത്, എക്സിസ്റ്റിംഗ് പാർട്ട്ണറാണ്, കണ്ടിന്യൂയിങ് പാർട്ട്ണറാണ്, തുടരുന്ന പാർട്ട്നേഴ്സാണ് അല്ലേ. ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സാണ് കൊടുക്കേണ്ടത്. അവരെന്ത് റേഷ്യോയിൽ കൊടുക്കണം, ഗെയിനിങ് റേഷ്യോയിൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങനെയാണ് ചോദ്യം വരിക എന്ന് ഞാൻ ആദ്യം പറയാം. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്സിന് ചോദിക്കാറുണ്ട് ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ആ റേഷ്യോയും കൂടി ആ ഒരു ജേണൽ കൂടി നോക്കാം, ഗുഡ് വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ജേണൽ എൻട്രി കൂടി നോക്കാം. ഓക്കെ, ഗുഡ് വില്ലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ജേണൽ എൻട്രി എല്ലാ ആളുകളും ശ്രദ്ധിച്ചോളൂ. ദാറ്റ് ഈസ് വാട്ട്, റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, റിമൈനിങ് പാർട്ട്ണർ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, ദാറ്റ് ഈസ് തുടരുന്ന പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, സോ റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്ന് ഗുഡ് വില്ലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ എൻട്രിയാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്, ഈ ഒരു ജേണൽ എൻട്രിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പാസ് ചെയ്യേണ്ടത്. സോ ഇവിടെ എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കുക, റിമൈനിങ് പാർട്ട്ണർ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യുക. കണ്ടിന്യൂയിങ് പാർട്ട്ണറിൻ്റെ ക്യാപിറ്റലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. കാരണം ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഗുഡ് വിൽ കൊടുക്കുന്ന ആളുകൾ ഇവരാണ്. സോ നമ്മൾ റിമൈനിങ് പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ആൻഡ് ടു റിട്ടയറിംഗ് പാർട്ട്ണർക്കാണ് ഗുഡ് വിൽ കിട്ടുന്നത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, റിട്ടയറിംഗ് പാർട്ട്ണറുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദി പ്രോബ്ലം. ഞാൻ ആ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്ന ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാ ആളുകളും ശ്രദ്ധിക്കുക, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ലോൺ അക്കൗണ്ട്. ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാണിക്കുന്ന പ്രോബ്ലമാണ്. റിസർവിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. നമുക്ക് പ്രോബ്ലം ഇതേപോലെ ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഗുഡ് വില്ലിൻ്റെ പ്രോബ്ലം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ശാന്ത, ഗായത്രി ആൻഡ് നിഷ, there are 3 partners. There are 3 partners in a firm sharing profit in the ratio of 4:3:2. 4:3:2, 4:3:2 എന്ത് ചെയ്യുന്നത്, അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഓൾഡ് റേഷ്യോ. ഗായത്രി റിട്ടയേഴ്സ്, ഗായത്രി മീൻസ് സെക്കൻഡ് വൺ റിട്ടയേഴ്സ്. ഇവിടെ ഈ ഒരു പാർട്ട്ണർ 3/9 വാങ്ങിച്ചുകൊണ്ടിരുന്ന പാർട്ട്ണർ റിട്ടയർ ആവുന്നു. ദ ഗുഡ് വിൽ ഈസ് വാല്യൂഡ് അറ്റ് ₹36,000. നോക്കൂ, ഫേമിൻ്റെ ഗുഡ് വിൽ നമുക്ക് തന്നിട്ടുണ്ട്, 36,000 rupees ആണ് ടോട്ടൽ ഗുഡ് വിൽ. ഓക്കെ, ഫ്യൂച്ചർ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ബിറ്റ്വീൻ ശാന്ത ആൻഡ് നിഷ, കണ്ടിന്യൂയിങ് പാർട്ട്ണറുടെ, എക്സിസ്റ്റിംഗ് പാർട്ട്ണറുടെ, തുടരുന്ന പാർട്ട്നേഴ്സിൻ്റെ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. They decide that goodwill is not to appear in the firm's book. Record necessary entry. അപ്പോൾ നമ്മൾ എൻട്രി ഏതുകയാണ് വേണ്ടത്. എൻട്രി നമുക്കറിയാം, ഗുഡ് വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എൻട്രി എന്താണ്, റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഗുഡ് വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എൻട്രി എന്താണ്, കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റിട്ടയറിംഗ് പാർട്ട്ണർ. കണ്ടിന്യൂയിങ് പാർട്ട്ണറിനെ ഡെബിറ്റ് ചെയ്യുക, റിട്ടയറിംഗ് പാർട്ട്ണറിനെ ക്രെഡിറ്റ് ചെയ്യുക, ഓർത്ത് വെച്ചോളാം. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്, എക്സാമിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. ആദ്യം നമുക്കിവിടെ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ 2 പേർക്ക് ഗെയിൻ ഉണ്ടാവുന്നുണ്ട്. ഗായത്രിയാണ് റിട്ടയർ ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. ശാന്ത എന്ന പാർട്ട്ണർക്ക് ഗെയിൻ ഉണ്ടാവണം, അതേപോലെ നിഷ എന്ന പാർട്ട്ണർക്കും ഗെയിൻ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ആദ്യം ശാന്ത എന്ന പാർട്ട്ണറുടെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാം. ശാന്താസ് ഗെയിൻ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ചെയ്താൽ മതി അല്ലേ. സോ ന്യൂ റേഷ്യോ എത്രയാണ് ശാന്തയുടെ, 5/8 മൈനസ് ഓൾഡ് റേഷ്യോ നോക്കിയാൽ മതി, 4/9 ആണ്.
5/8 മൈനസ് 4/9. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഗെയിനിങ് റേഷ്യോ കാൽക്കുലേഷനകത്തും ന്യൂ റേഷ്യോ കാൽക്കുലേഷനകത്തും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് അഡ്മിഷൻ ആണെങ്കിലും റിട്ടയർമെൻറ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ രണ്ട് ഭിന്നസംഖ്യകളാണ് മൈനസ് ചെയ്യുന്നത് അല്ലേ. രണ്ട് ഭിന്നസംഖ്യകൾ പരസ്പരം മൈനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിനോമിനേറ്ററിനെ സെയിം ആക്കണം. ഡിനോമിനേറ്റർ മീൻസ് ഇവിടെ 5/8 8 ഡിനോമിനേറ്റർ, 4/9 9 ഡിനോമിനേറ്റർ. രണ്ടും നമ്മൾ സെയിം ആക്കണം, ഒരേപോലെ ആക്കണം. എന്നാൽ ഇവിടെ നമുക്ക് ഒരേപോലെ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 1 8 1 9 ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു മെത്തഡാണെന്ത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഞാനിവിടെ വരയ്ക്കുന്ന പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 9. ഓക്കെ, 9 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 45. ദെൻ നമ്മുടെ ചിഹ്നം മൈനസ് ആണ്. സോ മൈനസ് നമ്മളിനി ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 4 അല്ലേ, 8 × 4 32 32 ഡിവൈഡഡ് ബൈ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 9 × 8 72 അല്ലേ, 72 വരും. 9 × 8 72 വരും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 45 ന്ന് 32 കുറച്ച് നോക്കാം. എത്രയാണ് വരുന്നത് നോക്കാം. 45 മൈനസ് 32 ദാറ്റ് ഈസ് ഈക്വൽ ടു 13. 13/72 ശാന്താസ് ഗെയിൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത പാർട്ട്ണറുടെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക. നിഷയുടെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യടാ. നിഷാസ് ഗെയിൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സോ റൈറ്റ് ഡൗൺ ലൈക്ക് ദിസ്. നിഷാസ് ഗെയിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ എത്രയാണ്? 3/8 ആണ്. 3/8 മൈനസ് എത്രയാണ്? ഓൾഡ് റേഷ്യോ 2/9 ആണ്. 2/9 ഇവിടെയാണ് നമ്മൾ ഓൾഡ് റേഷ്യോ എടുത്തത് അല്ലേ, 2/9. സോ നമ്മളിത് നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 9 27 അല്ലേ, 27. ചിഹ്നം മൈനസ് തന്നെയാണ്, മൈനസ്. 8 × 2 16 8 2 16 ഡിവൈഡഡ് ബൈ 9 8 72 72 ദാറ്റ് ഈസ് ഈക്വൽ ടു 27 മൈനസ് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 11/72. സോ ഗെയിനിങ് റേഷ്യോ വിൽ ബി 13:11 ആണ്. 13:11 ആണ്. നമ്മൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ചാൽ നമ്മൾ തൊട്ടടുത്ത് ചെയ്യേണ്ടത്, ഇവിടെ റിട്ടയർ ആവുന്ന പാർട്ടി ആരാ നോക്കുക. ഗായത്രിയാണ് റിട്ടയർ ആവുന്നത്. നോക്കൂ, 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഗെയിനിങ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഗായത്രിയാണ് റിട്ടയർ ആവുന്നത്. സോ ഗായത്രിയുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ കണ്ടുപിടിക്കുക. ഫേമിൻ്റെ ഗുഡ് വിൽ 36,000 ആണ്. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഗായത്രീസ് ഷെയർ ഓഫ് ഗുഡ് വിൽ നോക്കാം എത്രയാണെന്നുള്ളത്. ഷെയർ ഓഫ് ഗുഡ് വിൽ, ഗായത്രീസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു 36,000 ടോട്ടൽ ഗുഡ് വിൽ ഓഫ് ദ ഫേം. 36,000 ഇൻറ്റു ഗായത്രിയുടെ ഷെയർ എത്ര ചെയ്യുന്നടാ? 3 ആയിരുന്നു, 3 അല്ലേ. സോ ഇൻറ്റു 3/9 ദാറ്റ് ഈസ് ഈക്വൽ ടു 12,000 റുപ്പീസ്. കറക്റ്റ് അല്ലേ? 12,000 റുപ്പീസ് അല്ലേടാ വരുന്നത്? 12,000 റുപ്പീസ് അല്ലേ? കറക്റ്റ് അല്ലേ വരുന്നത് ഇല്ലേ? 12,000 റുപ്പീസ്. ഓക്കെ, സോ ഗായത്രീസ് ഷെയർ ഓഫ് ഗുഡ് വിൽ നമ്മൾ കണ്ടുപിടിച്ചു, 12,000 രൂപയാണ്. ഇനി നമുക്ക് എൻട്രി ചെയ്താം. ഗെയിനിങ് റേഷ്യോ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. അല്ലേ. ഗെയിനിങ് റേഷ്യോ ഈസ് 13:11 ആണ്. അതേപോലെ നമ്മൾ ഗായത്രിയുടെ ഷെയർ ഓഫ് ഗുഡ് വില്ലും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എൻട്രി എഴുതാം. വളരെ സിമ്പിളായിട്ടുള്ള എൻട്രിയാണ്. ദാറ്റ് ഈസ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. എപ്പോഴും ഓർത്ത് വെക്കുക, റിട്ടയർമെൻറ്റിൽ ഗുഡ് വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റലാണ് എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഞാനിവിടെ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? ശാന്ത, നിഷയാണ് അല്ലേ. സോ ശാന്താസ് ക്യാപിറ്റൽ ഡെബിറ്റ്, വൺ മോർ അല്ലേ, ഒരാളും കൂടി ഉണ്ട്, ഒരു പാർട്ട്ണറും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട്? നിഷാസ് ക്യാപിറ്റൽ ഡെബിറ്റ്. രണ്ടും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. 2 കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിനെയും 2 തുടരുന്ന പാർട്ട്നേഴ്സിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്തു. 2 ആരാണ് റിട്ടയർ ചെയ്യുന്നത്? ഗായത്രിയാണ്. സോ ടു ഗായത്രീസ് ക്യാപിറ്റൽ. നൗ റൈറ്റ് ഡൗൺ ദ എമൗണ്ട്. 12,000 ആണ് ടോട്ടൽ കൊടുക്കാനുള്ളത്. ഞാനിവിടെ ക്രെഡിറ്റ് ഭാഗത്ത്
12,000 ആദ്യമേ എഴുതി വെക്കുകയാണ്. 12,000 ആണ് ഗായത്രിക്ക് കിട്ടാനുള്ള ഗുഡ് വില്ലിൻ്റെ എമൗണ്ട്. നമ്മളിത് എന്ത് ചെയ്യണം? ശാന്തയും നിഷയും എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത്. നോക്കിക്കോടെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? ഗെയിനിങ് റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. സോ 12,000 ഇൻറ്റു എത്രയാണ് നമ്മുടെ ഗെയിനിങ് റേഷ്യോ? 13/24. സോ 12,000 ഇൻറ്റു 13/24 ദാറ്റ് ഈസ് ഈക്വൽ ടു 6,500 അല്ലേ? സോ 6,500 രൂപ ശാന്ത എന്ന പാർട്ട്ണർ കൊടുക്കണം. 6,500 രൂപ ശാന്ത എന്ന പാർട്ട്ണർ കൊടുക്കണം. ഇനി തൊട്ടടുത്ത ആൾ നിഷ എത്ര കൊടുക്കണം? ടോട്ടൽ 12,000 കൊടുക്കാനുണ്ടായിരുന്നു. അതിനകത്ത് 11/24 ആര് കൊടുക്കണടാ? നിഷ കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5,500 അല്ലേ? 5,500 വരും. സോ രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 12,000 കിട്ടും. സോ 6,500 ആരാ കൊടുക്കേണ്ടത്? ശാന്ത എന്ന പാർട്ണറാണ് കൊടുക്കേണ്ടത്. ആൻഡ് 5,500 നിഷ എന്ന പാർട്ണറാണ് കൊടുക്കേണ്ടത്. സോ ഇതൊരു പ്രീവിയസ് ഇയർ പ്രോബ്ലമാണ്. നിങ്ങൾക്ക് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ, ഇതേപോലെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇങ്ങനൊരു ചോദ്യം കിട്ടിയാൽ ചോദ്യം കൃത്യമായി വായിച്ചു നോക്കി മനസ്സിലാക്കുക. ഗുഡ് വിൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ നോക്കുക. ഗുഡ് വിൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇവിടെ ഗെയിനിങ് റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ചില പ്രോബ്ലങ്ങളിൽ ഗെയിനിങ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരാറില്ല. ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാവും ഗെയിനിങ് റേഷ്യോ. ഇഫ് നത്തിങ് മെൻഷൻ നമ്മുടെ ന്യൂ റേഷ്യോ തന്നെയായിരിക്കും എന്ത്? ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗെയിനിങ് റേഷ്യോ നമ്മൾ തന്നിട്ടില്ല എങ്കിൽ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ദെൻ റിട്ടയർ ചെയ്തു പോകുന്ന പാർട്ട്ണറുടെ ഗുഡ് വില്ലിൻ്റെ ഷെയർ കണ്ടുപിടിക്കണം. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ആൻഡ് ഫൈനലി നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ആ ഗെയിനിങ് റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് പാർട്ട്നേഴ്സിന് നമ്മളിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, രണ്ട് പാർട്ട്നേഴ്സും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ എമൗണ്ട് ആർക്ക് കൊടുക്കുന്നു? ഗായത്രിക്ക് കൊടുക്കുന്നു, റിട്ടയറിംഗ് പാർട്ട്ണർ കൊടുക്കുന്നു. സോ ഇതാണ് ജേണൽ എൻട്രി ഓർ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ് വിൽ. ഓക്കെ ഫൈൻ. നൗ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ നോക്കാം നമുക്ക്. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ് നോക്കാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ്, സോറി അതിന് മുമ്പേ ഹിഡൻ ഗുഡ് വിൽ ഉണ്ട് അല്ലേ? യെസ്, നമ്മൾ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞു. ദെൻ സംടൈംസ് ഗുഡ് വിൽ ഓൾറെഡി അപ്പിയറിങ് ഇൻ ദ ബുക്ക്. ഈ പോയിൻ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നമ്മൾ ഫൈനൽ അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് റിട്ടയർമെൻറ്റിൻ്റെ എസ് എ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്, അതേപോലെ നമ്മുടെ അഡ്മിഷൻ്റെ എസ് എ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഗുഡ് വിൽ കാണാറുണ്ട്. ഗുഡ് വിൽ എന്നൊരു ഐറ്റം നമ്മൾ അസറ്റ് സൈഡിൽ കാണുകയാണെങ്കിൽ, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താ ചെയ്യേണ്ടടാ? ഗുഡ് വിൽ എന്നൊരു ഐറ്റം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് കണ്ടാൽ നമ്മളത് എല്ലാ പാർട്ട്നേഴ്സിനും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. സോ ദ എൻട്രി വിൽ ബി ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ. ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ ആണ് വരിക കേട്ടോ. ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ, വിച്ച് മീൻസ് നമ്മുടെ കയ്യിലുള്ള ഗുഡ് വിൽ, നമ്മുടെ ബുക്കിൽ ഓൾറെഡി ഉള്ള ഗുഡ് വിൽ നിങ്ങൾ എല്ലാ പാർട്ട്നേഴ്സിനും കൂടെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. സോ മക്കളെ, നമ്മൾ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് റിട്ടയർമെൻറ്റ് ആയിക്കോട്ടെ അഡ്മിഷൻ ആയിക്കോട്ടെ രണ്ടാണെങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ ഗുഡ് വിൽ ബാലൻസ് ഷീറ്റിനകത്ത് ഗുഡ് വിൽ കണ്ടാൽ നിങ്ങളത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുഴുവൻ പാർട്ട്നേഴ്സിനും എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ആൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ എന്നാണ് എൻട്രി കൊടുക്കേണ്ടത് ഗുഡ് വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ വാട്ട് ഈസ് ഹിഡൻ ഗുഡ് വിൽ? ഇത് റിട്ടയർമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ റെഗുലറായിട്ട് റിപ്പീറ്റിംഗ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യമാണെന്ത്? ഹിഡൻ ഗുഡ് വിൽ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഹിഡൻ ഗുഡ് വിൽ? റൈറ്റ് എ നോട്ട് ഓൺ ഹിഡൻ ഗുഡ് വിൽ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ എന്താണ് ഹിഡൻ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ? സോ നമ്മളൊരു പാർട്ട്ണർക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്ത്, ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മളൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും അല്ലേ? ഒരാൾ റിട്ടയർ ചെയ്ത് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അയാൾക്കൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി എനി കേസ് പാർട്ട്ണർഷിപ്പിൽ റിട്ടയർമെൻറ്റ് നടന്നാൽ നമ്മൾ അയാൾക്ക് റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ഹിം അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഫുൾ എമൗണ്ടും കൊടുക്കേണ്ടി വരും. അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? by preparing partners capital account. Okay, preparing partners capital account. So നമ്മളൊരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ആ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ ഈ ഒരു എമൗണ്ട് കൊടുക്കേണ്ടത്. റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഓക്കെ, സോ
റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ടോട്ടൽ എമൗണ്ട് ഡ്യൂ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബൈ ഓപ്പണിംഗ് ദർ ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. സോ വി ഗോട്ട് എമൗണ്ട് ഡ്യൂ ടു ദ റിട്ടയറിംഗ് പാർട്ട്ണർ. ആ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയാം. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരം നമ്മളൊരു പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് 75,000 റുപ്പീസ് ആണെന്ന് വിചാരിക്കാം. ഏകദേശം 75,000 റുപ്പീസ് നമ്മൾ ഒരു പാർട്ട്ണർക്ക് കൊടുക്കാനുണ്ട് എന്ന് വിചാരിക്കാം. 75,000 രൂപ കൊടുക്കാനുണ്ട്. ബട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അദ്ദേഹത്തിന് 1 lakh റുപ്പീസ് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നു. 1 lakh റുപ്പീസ് കൊടുത്ത് നമ്മൾ സെറ്റിൽ ചെയ്യുന്നു. സോ ഐ എം റിപ്പീറ്റിംഗ് ദ പോയിന്റ്. ആസ് പെർ ദി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരം നമ്മൾ 75,000 റുപ്പീസ് ആണ് കൊടുക്കേണ്ടത്. 75,000 റുപ്പീസ് മാത്രമാണ് കൊടുക്കാനുള്ളത്. ബട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ കൊടുക്കുന്നു. 1 lakh റുപ്പീസ് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ 1 lakh റുപ്പീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലേ? ദർ ഇസ് എ ഡിഫറൻസ്. ആക്ച്വലി എത്രയേ കൊടുക്കാനുള്ളൂ? 75 കൊടുക്കാനുള്ളൂ. നമ്മൾ എത്ര കൊടുത്തു? നമ്മൾ 1 lakh റുപ്പീസ് കൊടുത്തു അല്ലേ? സോ ഇവിടെ നമ്മൾ അഡീഷണൽ കൊടുത്തിട്ടില്ല 25,000. ഈ കൊടുത്തിട്ടുള്ള അഡീഷണൽ കൊടുത്തിട്ടുള്ള 25,000 നമുക്ക് എന്ത് വിളിക്കാം? ഹിഡൻ ഗുഡ്വിൽ എന്ന് വിളിക്കാം. ഓക്കെ. സോ ആസ് പെർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്രയാണോ കൊടുക്കാനുള്ളത് അതിനേക്കാൾ മുകളിൽ നമ്മളൊരു എമൗണ്ട് കൊടുക്കുന്നു. പാർട്ട്ണറെ സെറ്റിൽ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന അഡീഷണൽ എമൗണ്ടിനെ ഗുഡ്വിൽ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. ദാറ്റ് ഈസ് വാട്ട് ഹിഡൻ ഗുഡ്വിൽ. അവിടെയാണ് നമ്മൾ അതിനെ ഹിഡൻ ഗുഡ്വിൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. സോ ഈ ഒരു പോയിന്റ്, ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എക്സാമിനേഷന് തിയറി ചോദിക്കാറുണ്ട്. ഹിഡൻ ഗുഡ്വിൽ എന്താണെന്നുള്ളത് പോയിന്റ് ക്ലിയർ ആണല്ലോ? എന്താണ് ഹിഡൻ ഗുഡ്വിൽ എന്നുള്ളത് ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ നെക്സ്റ്റ് വൺ, ട്രീറ്റ്മെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്, ദാറ്റ് ഈസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. നോക്കൂ, നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി ഭാഗത്ത് അതേപോലെ അസറ്റ് സൈഡിലും നമ്മൾ ചില ആളുകളെ കാണാറുണ്ട്. നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ അഡ്മിഷനകത്തും ചെയ്യണം, അതേപോലെ റിട്ടയർമെൻറ്റിനകത്തും ചെയ്യണം. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി ഭാഗത്ത് നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് കാണാറുണ്ട്. അതേപോലെ സർപ്ലസ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് എന്ന് വിളിക്കാം കേട്ടോ. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ്, പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് ആണ്. അതേപോലെ നമുക്ക് അസറ്റ് സൈഡിൽ എന്ത് ചെയ്യാറുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണാറുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ ഇവിടെ റിസർവ് ആൻഡ് സർപ്ലസ്, റിസർവ്സ് അല്ലെങ്കിൽ സർപ്ലസ് എന്ന് പറയുന്ന സാധനം പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് ലയബിലിറ്റി ഭാഗത്താണ് ഉണ്ടാവുക. ഇത് ലയബിലിറ്റി ഭാഗത്താണ് ഉണ്ടാവുക. ഇത് അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് എന്നും കാണാം. ഈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അസറ്റ് സൈഡ് കാണിച്ചാൽ അതിൻ്റെ അർത്ഥം ലോസ് ആണെന്നാണ്. കഴിഞ്ഞ വർഷത്തെ ലോസ് ആണത്. ഓക്കെ. ഇവിടെ നമ്മൾ ലയബിലിറ്റി ഭാഗത്ത് കാണിക്കുന്ന റിസർവ് അല്ലെങ്കിൽ സർപ്ലസ്, ഈ രണ്ടും എന്താണ്? പ്രോഫിറ്റിൻ്റെ ഭാഗമാണ്. പ്രോഫിറ്റ് നിന്ന് മാറ്റിവെച്ച എമൗണ്ട് ആണ്. ഓക്കെ. കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള പ്രോഫിറ്റാണ് ഈ കാണുന്നത് ലയബിലിറ്റി ഭാഗത്ത്. ഇനി നമ്മൾ ഈ സാധനം എന്ത് ചെയ്യണം? നമ്മൾ റിട്ടയർമെൻറ്റിൻ്റെ സമയത്തും അഡ്മിഷൻ്റെ സമയത്തും ഒക്കെ നമ്മൾ ഒറ്റ കാര്യമാണ് ചെയ്യേണ്ടത്. ദിസ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ പാർട്ട്ണർ. രണ്ടും നമ്മൾ എന്ത് ചെയ്യുക? പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഏത് റേഷ്യോയിലാണ്? ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഓർത്ത് വെക്കുക, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. മക്കളെ, റിസർവ് അതേപോലെ സർപ്ലസ് എന്നിവ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമാണ്, അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കാൻ പാടില്ല. ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ. അഡ്മിഷൻ്റെ കേസിൽ ഇൻകമിങ് പാർട്ട്ണർ അല്ലെങ്കിൽ ന്യൂ പാർട്ട്ണർക്ക് നമ്മൾ ഈ റിസർവോ സർപ്ലസോ കൊടുക്കില്ല. ഇനി റിട്ടയർമെൻറ്റിൻ്റെ കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയുള്ള എല്ലാ പാർട്ട്നേഴ്സിനും കൊടുക്കാം. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആണല്ലോ, അവർ ഓൾറെഡി നമ്മുടെ ബിസിനസ്സിനകത്തുള്ള പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് ഓൾ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യുക? ഈ റിസർവും സർപ്ലസും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സോ ഞാനിവിടെ എൻട്രി ചെയ്താണ് റിസർവും സർപ്ലസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള എൻട്രി എന്താണ്? നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഈ എൻട്രി പഠിച്ചു വെക്കാൻ വേണ്ടി പറ്റും, ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. വളരെ സിമ്പിളാണ്. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഏത് ഐറ്റമാടാ? ഇത് ലയബിലിറ്റി ഐറ്റം അല്ലേ? ദിസ് ഈസ് ലയബിലിറ്റി അല്ലേ? ലയബിലിറ്റി സൈഡിലുള്ള ഐറ്റം ആണല്ലോ അത്. ലയബിലിറ്റി ഭാഗത്തുള്ള ഐറ്റമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കുറയുന്ന സമയത്ത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഐറ്റം കുറയാണ് ചെയ്യുക. ഈ ലയബിലിറ്റീസ് കുറയുമ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണടാ?
ലയബിലിറ്റീസ് കുറയുമ്പോൾ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. സോ റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എൻട്രി ഇവിടെ ഞാൻ എഴുതാം. റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എൻട്രി റിസർവ് അക്കൗണ്ട് ഡെറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞാൽ സർപ്ലസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. ടു ഓൾ പാർട്ട്നേഴ്സ്. So it is in the case of profit and reserve. So പ്രോഫിറ്റും റിസർവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? റിസർവിനെ ഡെബിറ്റ് ചെയ്യുക, റിസർവ് അക്കൗണ്ട് ഡെബിറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക കേട്ടോ, എല്ലാ പാർട്ട്നേഴ്സിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നോക്കിയോളൂ, ഞാനിവിടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെക്കാൻ വേണ്ടി പോവാണ്. ഇതെങ്ങനെയാണ് ചോദിക്കുക, പരീക്ഷയ്ക്ക് ഇതെങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് പറയാൻ വേണ്ടി പോവാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നിങ്ങൾ കണക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ എസ്എ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് ട്രീറ്റ് ചെയ്യാറുണ്ടാവും. ഇതല്ലാതെ 3 മാർക്കിന് ചോദിക്കാറുണ്ട്. ആ 3 മാർക്ക് നമ്മൾ വിട്ട് കളയരുത്. സോ ഞാനിവിടെ റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, എല്ലാ പാർട്ട്നേഴ്സിനും കൂടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനി അങ്ങനെയാണെങ്കിൽ ലോസ് ആണെങ്കിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? ഈ എൻഡ് നേരെ തിരിച്ചു കൊടുത്താൽ മതി അല്ലേ? ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഡെബിറ്റ്, all partners capital account debtor to profit and loss account, okay, to profit and loss account, all partners capital account debtor to profit and loss account. ഇതാണ് നമ്മൾ കൊടുക്കേണ്ട എൻട്രി. ഇതാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അസറ്റ് സൈഡ് കണ്ടാൽ ഇങ്ങനെയാണ് എൻട്രി ഇടേണ്ടത്, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. നിങ്ങളിത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ലോസ് ആണെങ്കിൽ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. നോക്കിക്കോളൂ, ചോദ്യം നോക്കിക്കോളൂ, എങ്ങനെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ നോക്കിക്കോടാ. റിസർവ് ഡിസ്ട്രിബ്യൂഷൻ അതേപോലെ സർപ്ലസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നമുക്ക് ചോദ്യം വരാൻ നോക്കിക്കോളൂ കേട്ടോ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാൻ നോക്കിക്കോളൂ. എട്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. നജീബ, ഷെറിൻ ആൻഡ് നാസർ ആർ ഈക്വൽ പാർട്ട്നേഴ്സ്. ദേ വർ ഈക്വൽ പാർട്ട്നേഴ്സ്. അവർ ഈക്വൽ പാർട്ട്നേഴ്സ് ആയിരുന്നു. നാസർ ഡിസൈഡ് ടു റിട്ടയർ. സോ ഓക്കെ, നാസർ എന്ന പാർട്ട്ണർ റിട്ടയർ ആവുന്നു. നാസർ മീൻസ് ദ ലാസ്റ്റ് പാർട്ട്ണർ. ഇയാൾ റിട്ടയർ ആയി പോകുന്നു. നോ ഇഷ്യൂ. ഓൺ ദ ഡേറ്റ് ഓഫ് ഹിസ് റിട്ടയർമെൻറ്റ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഫേം ഷോഡ് ജനറൽ റിസർവ് ഓഫ് 40,000. നോക്കണേടാ, നമ്മുടെ ബുക്കിനകത്ത് ജനറൽ റിസർവ് 40,000 കിടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 20,000. നോക്കണം, ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള ചോദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹറിബറി ആയിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, ഹറിബറി ചെയ്തിട്ട് അത് വിട്ടുപോകരുത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 20,000 ആണുള്ളത്. 20,000 ഡെബിറ്റ് ബാലൻസ് ആണ്. നോക്കണടാ, ഡെബിറ്റ് ബാലൻസ് ആണ് 20,000 വരുന്നത്. ഡെബിറ്റ് ബാലൻസ് ആണ് കേട്ടോ, ഡെബിറ്റ് ബാലൻസ് ആണ്. ശ്രദ്ധിക്കുക, ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലോസ്. ഇത് അസറ്റ് സൈഡ് കിടക്കുന്ന ഐറ്റമാണ്. ഓക്കെ, അസറ്റ് സൈഡ് കിടക്കുന്ന ഐറ്റമാണ്, ലോസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അത് ലോസ് ആണ്. നമുക്കിനി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് ചോദിച്ചത് 3 മാർക്കിന്. 2 എൻട്രി നമ്മളിവിടെ പാസ് ചെയ്യണം. നമ്മൾ ആദ്യം റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. റിസർവ് ഒരു ലയബിലിറ്റി ഐറ്റമാണ്, ലയബിലിറ്റി സൈഡ് ഐറ്റമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ എൻട്രി ഞാൻ എഴുതി ബോർഡിൽ, നേരത്തെ ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എൻട്രി എന്താ വരും നോക്കോളൂ. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, 40,000 നമ്മൾ ഡെബിറ്റ് ചെയ്തു. ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റലാണ്. സോ ടു നജീബ, ടു ഷെറിൻ, ടു നാസർ, നമ്മളെല്ലാ പാർട്ട്നേഴ്സിനും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണല്ലോ. ഏതാണ്, ഈക്വൽ പാർട്ട്നേഴ്സാണ്. അപ്പോൾ 40,000 നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. 40,000 നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 13,333 ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം, 13,333, 13,334. ഓക്കെ, സോ നമുക്ക് ലാസ്റ്റ് നമ്പർ റൗണ്ട് ചെയ്യാം, എങ്കിൽ നമുക്ക് ടോട്ടൽ 40,000 കിട്ടുള്ളൂ. സോ ഇതാണ് നമ്മൾ റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എൻട്രി കൊടുക്കേണ്ടത്. ഈ ഒരു എൻട്രി ഇടുക, നിങ്ങൾക്ക് അവിടെ
1.5 മാർക്ക് വന്നു. ഒരു എൻട്രി കൂടി നമുക്ക് എഴുതാനുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ഇത് അസറ്റ് ഐറ്റം ആണടാ. അസറ്റ് ഐറ്റം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണടാ, നമ്മളത് നേരെ തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എന്താ എൻട്രി വരിക? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ദാറ്റ് ഈസ് നജീബാസ് ക്യാപിറ്റൽ ഡെറ്റർ, നജീബാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ഷെറിൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ഷെറിൻസ് ക്യാപിറ്റൽ ഡെറ്റർ, നാസർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ഡെറ്റർ ടു നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അസറ്റ് സൈഡ് ഐറ്റം ആയതുകൊണ്ട് നമ്മളതിനെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ക്രെഡിറ്റ് ഭാഗത്താണ് എഴുതേണ്ടത്. സോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ എമൗണ്ട് എത്രയാടാ? 20,000. ഞാനിവിടെ ക്രെഡിറ്റ് ഭാഗത്ത് ആദ്യമേ എഴുതുന്നുണ്ട്. നമ്മൾ ആ 20,000 ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 3 6,666 വരുന്നുണ്ട്. സോ 6,666, 6,667, 6,667. ഓക്കെ, സോ 2 ആളുകൾ നമ്മൾ റൗണ്ട് ചെയ്യണം. മീൻസ് 67ലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യണം. എങ്കിലേ നമുക്ക് 2 സൈഡും എന്താവുള്ളൂ, ഈക്വൽ ആവുള്ളൂ. സോ 3 മാർക്ക് നമുക്കിവിടെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ചോദ്യം വരിക. റിസർവിൻ്റെ ട്രീറ്റ്മെൻറ്റ് പഠിച്ചാൽ നമുക്ക് ഈ ചോദ്യത്തെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് അടുത്ത അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണ് നോക്കാം. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് റിസർവ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി. മക്കളെ, റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി നമ്മൾ പഠിക്കുന്നത് അഡ്മിഷനകത്ത് പഠിച്ചിട്ടുണ്ട്, റിട്ടയർമെൻറ്റിലും പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ അഡ്മിഷനകത്ത് ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. റീവാലുവേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്? നമ്മൾ അസറ്റ് ഇൻക്രീസ് ആയാൽ, അസറ്റ് ഡിക്രീസ് ആയാൽ, ലയബിലിറ്റി ഡിക്രീസ് ആയാൽ, ഇൻക്രീസ് ആയാൽ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, എടുക്കേണ്ടതുണ്ട്. റിവാലുവേഷൻ അക്കൗണ്ടിനകത്തേക്ക് എടുക്കേണ്ടതുണ്ട്. ആ ചേഞ്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് ദർ ഈസ് നോ ചേഞ്ച്, ഒരു അസറ്റ് ഇൻക്രീസ് ആവുന്നില്ല, നമ്മൾ എന്ത് ചെയ്യരുത്, റിവാലുവേഷൻ അക്കൗണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് വേഗത്തിൽ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പെട്ടെന്ന് വരയ്ക്കാം. റിവാലുവേഷൻ അക്കൗണ്ട് ജസ്റ്റ് ലെഡ്ജറാണ്. ഓക്കെ, സോ എന്തായിരുന്നു റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ റൂൾ നോക്കിയുള്ളൂ. റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്, ഡെബിറ്റ് സൈഡ്. വെൻ അസറ്റ് ഇൻക്രീസസ്, അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ക്രെഡിറ്റ് ഭാഗത്താണ് പോസ്റ്റ് ചെയ്യേണ്ടത്. റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, അസറ്റ് കൂടിക്കഴിഞ്ഞാൽ, അസറ്റ്സ് ഇൻക്രീസ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് പോസ്റ്റ് ചെയ്യുക. മോഡൽ എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. മോഡൽ എക്സാമിന് ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ? മോഡൽ എക്സാമിന് എൻട്രി ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ആ ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാനിവിടെ എൻട്രി പറഞ്ഞുതരാം. അതിൻ്റെ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന കേസിൽ ഇപ്പോൾ ബിൽഡിംഗ് ഇൻക്രീസ്ഡ് ടു 5,000 or 10,000 എന്ന ഒരു കാര്യം പറയാണ്. ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഇൻക്രീസ് ആയി. എന്താണ് എൻട്രി ഉണ്ടാവുക? എന്താണ് എൻട്രി കൊടുക്കേണ്ടത്? അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ എന്താ എൻട്രി കൊടുക്കേണ്ടത്? അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, തീർച്ചയായിട്ടും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ടോപ്പിക് നമ്മൾ പറയുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ലൈവിനകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പറയൂ കേട്ടോ. അഷ്മൽ സോനു തീർച്ചയായിട്ടും പറയടാ, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. സോ ഓക്കെ, നിങ്ങളെ മോഡൽ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിവാലുവേഷൻ അക്കൗണ്ടിനെ എൻട്രി ചെയ്താൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിനെ നമ്മൾ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അസറ്റ് ഇൻക്രീസ് ആകുമ്പോൾ ക്രെഡിറ്റ് ഭാഗത്താണ്. ആൻഡ് റിവാലുവേഷൻ അക്കൗണ്ട് എന്നാണ് നമ്മുടെ അക്കൗണ്ടിൻ്റെ പേര്. സോ അസറ്റ് ഇൻക്രീസ് ആകുമ്പോൾ എൻട്രി എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും ആ എൻട്രി എന്തായിരിക്കും? When asset increases, the entry will be asset account debit to revaluation. സോ ഇത് മറ്റൊരു ചോദ്യം എനിക്ക് തോന്നുന്നു ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് പ്രൊവിഷൻ ഒഴിവാക്കി, പ്രൊവിഷൻ നോ ലോങ്ങർ റിക്വയർഡ് എൻട്രി ആണ് ചോദിച്ചെന്ന് തോന്നുന്നുണ്ട്. ദാറ്റ് ഈസ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ഡെറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്.
നോക്കൂ, ആക്ച്വലി പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഒഴിവാക്കിയാൽ നമ്മളെ അസറ്റിന് എന്താണ് സംഭവിക്കുക എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പ്രൊവിഷൻ വെക്കുമ്പോൾ അസറ്റ് എന്താ സംഭവിക്കുന്നത്? നമ്മൾ സൺട്രി ഡെറ്റേഴ്സിനകത്തുനിന്ന് അല്ലേ, സൺട്രി ഡെറ്റേഴ്സിനകത്തുനിന്ന് പ്രൊവിഷൻ മൈനസ് ആണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ വെച്ച് കഴിഞ്ഞാൽ എന്ത് കുറയുന്നു? അസറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രൊവിഷൻ വിഡ്രോ ചെയ്താൽ, പ്രൊവിഷൻ വെക്കണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രൊവിഷൻ വെക്കണ്ട എന്ന് പറഞ്ഞാൽ നമുക്കതിനകത്ത് അസറ്റിൻ്റെ വാല്യൂ കൂടി എന്നാണ് അർത്ഥം. ഓൾറെഡി പ്രൊവിഷൻ വെക്കുമ്പോൾ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നുണ്ട്. നമ്മൾ ആ പ്രൊവിഷൻ ഒഴിവാക്കുമ്പോൾ തിരിച്ച് അസറ്റ് എന്താവും? അസറ്റ് കൂടുകയാണ് ചെയ്യുക. സോ പ്രൊവിഷൻ ഒഴിവാക്കാൻ പറഞ്ഞാൽ, നോ ലോങ്ങർ റിക്വയർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എൻട്രി കൊടുക്കേണ്ടത്? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അല്ലെങ്കിൽ ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ എന്നാണ് കൊടുക്കേണ്ടത്. നോക്കൂ, ഇത് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻട്രി അല്ല കേട്ടോ. സോ നമ്മൾ പ്രൊവിഷൻ നോ ലോങ്ങർ റിക്വയർഡ് എന്ന് പറയുമ്പോൾ എൻട്രിയാണ്. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അസറ്റിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ എന്താ എൻട്രി ഇടേണ്ടത്? റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് എന്നാണ് എൻട്രി ഇടേണ്ടത്. സോ അസറ്റ് കൂടുമ്പോൾ നമ്മൾ എപ്പോഴും എവിടെയാണ് കാണിക്കേണ്ടത്? ക്രെഡിറ്റ് ഭാഗത്താണ് കാണിക്കേണ്ടത്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ലയബിലിറ്റീസ് കുറയുമ്പോൾ, ലയബിലിറ്റീസ് ഡിക്രീസ് ആകുമ്പോഴും എന്ത് ചെയ്യടാ? ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കുക. ലയബിലിറ്റി ഡിക്രീസ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നമ്മളത് ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കുക. സോ ഈ രണ്ട് കാര്യങ്ങളാണ് ക്രെഡിറ്റ് ഭാഗത്ത് ഉണ്ടാവുക. അതേപോലെ അൺറെക്കോർഡഡ് അസറ്റ്, അൺറെക്കോർഡഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് ഇല്ലാത്ത ഒരു അസറ്റാണ്. ആ ഇല്ലാത്ത അസറ്റ് നമ്മുടെ ബുക്കിലേക്ക് വരുമ്പോൾ അത് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് തുല്യമാണ്. അൺറെക്കോർഡഡ് അസറ്റ് നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, സോറി റീവാലുവേഷൻ അക്കൗണ്ട്, ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി റീവാലുവേഷൻ അക്കൗണ്ട്. നൗ ഓൺ ദി ഡെബിറ്റ് സൈഡ് നമ്മൾ എന്തെല്ലാം കാണിക്കേണ്ടത്? അസറ്റ് ഡിക്രീസ് ആവുന്ന കാര്യങ്ങൾ, അസറ്റ്സ് ഡിക്രീസ് ആവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കേണ്ടത് ഡെബിറ്റ് ഭാഗത്താണ്. ലയബിലിറ്റീസ് ഇൻക്രീസ് ആവുന്ന കാര്യങ്ങൾ, ലയബിലിറ്റീസ് ഇൻക്രീസ് ആവുന്ന കാര്യങ്ങൾ നമ്മൾ കാണിക്കേണ്ടത് എവിടെയാണ്? ഡെബിറ്റ് ഭാഗത്താണ്. ആൻഡ് ഫൈനലി അൺറെക്കോർഡഡ് ലയബിലിറ്റി, പുതിയൊരു ലയബിലിറ്റി വന്നാൽ അതും കാണിക്കേണ്ടത് എവിടെയാണ്? ദാറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി റിവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, സോ റിവാലുവേഷൻ അക്കൗണ്ട് നിങ്ങൾ ബാലൻസ് ചെയ്യുന്നു. റിവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ഡെബിറ്റ് ഭാഗത്താണ് ആൻസർ കിട്ടിയതെങ്കിൽ ദിസ് ഈസ് റിവാലുവേഷൻ പ്രോഫിറ്റ്. ദാറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു പാർട്ട്നേഴ്സ്. ഇനി ഇവിടെയാണ് നമുക്ക് ബാലൻസ് കിട്ടിയതെങ്കിൽ ദാറ്റ് ഈസ് റിവാലുവേഷൻ ലോസ്, ലോസ് ഓൾസോ ഡിസ്ട്രിബ്യൂട്ടഡ് ടു പാർട്ട്നേഴ്സ്. ലോസ് നമ്മൾ എന്ത് ചെയ്യുക? പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ പ്രോഫിറ്റ് ആണെങ്കിലും പ്രോഫിറ്റ് എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, സോ റിവാലുവേഷൻ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എൻട്രി എന്താണ്? റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എൻട്രി എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിവാലുവേഷൻ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിവാലുവേഷൻ. സോ ഈ എൻട്രികൾ നമ്മൾ പഠിച്ചു വെക്കണം. റിവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്തായാലും നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും, ഉറപ്പാണ്. കാരണം നമുക്ക് ഒന്നുകിൽ എസ് എ വരുന്ന അഡ്മിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് ആയിരിക്കാം. ഇതിലേതെങ്കിലും ഒരു എസ് എ ഉറപ്പായിട്ടും ഉണ്ടാവും. അവിടെ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. കൂടാതെ നമ്മൾ ഇതേപോലെ എൻട്രി ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. മോഡൽ എക്സാമിന് എൻട്രി ചോദിച്ചിട്ടുണ്ട്. മുഴുവൻ ആളുകൾ അത് കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ദെൻ ഹിയർ ഈസ് ദ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് വാട്ട്? റിട്ടയർമെൻറ്റിൽ നമുക്ക് ചോദിക്കുന്ന 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ. സോ നിങ്ങൾ കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ എന്ന ചോദ്യത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് റിട്ടയർ ചെയ്തു പോകുന്ന അല്ലെങ്കിൽ ഡെത്ത് ആയിട്ടുള്ള പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണ് വേണ്ടത്. നോക്കിക്കോളൂ, ഞാനൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്കിക്കോടാ, എന്തെല്ലാമാണ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിനകത്ത് എഴുതേണ്ടത് എന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനകത്തേക്ക് പോകും. നിങ്ങളൊരു ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെക്കുക.
ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ റിട്ടയർ ആവുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അതിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് അദ്ദേഹത്തിന് പാർട്ട്ണർക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ കൊടുക്കുക. പാർട്ട്ണർക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടാവും അല്ലേ, ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് അദ്ദേഹത്തിന് കിട്ടാനുള്ളതാണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടാവും, പലിശ, ക്യാപിറ്റലിന് മുകളിൽ പലിശ ഉണ്ടാവും. സാലറി, കമ്മീഷൻ പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ, നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ, ലാസ്റ്റ് ബാലൻസ് ഷീറ്റിന് ശേഷം കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഗുഡ് കൊടുക്കണം. നമ്മൾ നേരത്തെ ഗുഡ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്, ഈ പോകുന്ന പാർട്ട്ണർക്ക് ഒരു സെക്കൻഡ് പോകരുത്, നമ്മൾ ഗുഡ് തരാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഗുഡ് കൊടുക്കണം. നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഗുഡ് കൊടുക്കേണ്ടതുണ്ട്, ഷെയർ ഓഫ് ഗുഡ് കൊടുക്കേണ്ടതുണ്ട്. ദെൻ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്തുള്ള റിസർവും സർപ്ലസും ഇല്ലേ, അതെടുത്ത് കൊടുക്കണം. അതിനൊരു പങ്ക് ഇദ്ദേഹത്തിന് കൊടുക്കാനുണ്ടാവും. ദെൻ റീവാലുവേഷൻ പ്രോഫിറ്റ്, നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമല്ലോ, ആ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ലാഭത്തിൻ്റെ ഒരു പങ്ക് ഇദ്ദേഹത്തിന് കൊടുക്കണം. ഓക്കെ, ഇതൊക്കെ നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് കേട്ടോ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കാം. ദെൻ ഷെയർ ഓഫ് ജോയിൻറ്റ് ലൈഫ് പോളിസി സറണ്ടർ വാല്യൂ, നമുക്കറിയാം റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ജോയിൻറ്റ് ലൈഫ് പോളിസി എടുത്ത് വെക്കാറുണ്ട്. റിട്ടയർമെൻറ്റിൻ്റെ സമയത്തല്ല, നമ്മൾ നേരത്തെ എടുത്തു വെക്കും. ഈ റിട്ടയർമെൻറ്റോ ഡെത്തോ സംഭവിക്കുമ്പോൾ നമ്മൾ ആ പോളിസി സറണ്ടർ ചെയ്യും. ആ പൈസേൻ്റെ ഒരു പങ്ക് ആർക്ക് ഉണ്ടാവിടാ? ഈ പോകുന്ന പാർട്ട്ണർക്ക് ഉണ്ടാവും കേട്ടോ. നമ്മൾ അയാൾക്ക് അതും കൂടി കൊടുത്ത് വിട്ടേക്കും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ലാസ്റ്റ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത്, മരണം വരെയുള്ള പ്രോഫിറ്റിൻ്റെ ഒരു പങ്ക്. അപ്പോൾ നമുക്കറിയാം നോർമൽ കേസിൽ ഫേം 31 മാർച്ചിന് ക്ലോസ് ആവും. നോർമൽ കേസിൽ അല്ലേ, മാർച്ചിന് അങ്ങ് ക്ലോസ് ആവും. മാർച്ച് 31 റിട്ടയർ ആവുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മളിങ്ങനെ വേറെ പ്രോഫിറ്റ് കണ്ടുപിടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ എന്തുണ്ടാവില്ല? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവും അല്ലേ. പക്ഷേ ഇദ്ദേഹം റിട്ടയർ ആവുന്നത് അല്ലെങ്കിൽ മരണപ്പെടുന്നത് ഒരു ജൂണിലൊക്കെ ആണെങ്കിൽ, ജൂൺ 30 ആണെങ്കിൽ നമ്മൾ അവിടെ ചെറുതായിട്ടൊന്ന് പെടും. എന്താ പ്രശ്നം? ജൂൺ 30 റിട്ടയർ ആയാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. മാർച്ച് 31 നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവും. നിങ്ങൾക്കറിയാം നമ്മൾ എപ്പോഴാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കാറുള്ളത്. ബട്ട് ജൂൺ 30 നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാവില്ല. ജൂൺ 30 പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരടാ? നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എവിടം തൊട്ട് എവിടം വരെയുള്ള പ്രോഫിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്? കഴിഞ്ഞ മാർച്ച് 31 മുതൽ ഇയാൾ മരണപ്പെട്ട അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. മാർച്ച് 31 ജൂൺ എത്ര മാസം ഉണ്ടാവണം? ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസമുണ്ട്. സോ ഇദ്ദേഹത്തിന് 3 മാസത്തെ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടി വരും. ആ 3 മാസത്തെ പ്രോഫിറ്റ് കണ്ടതിന് ശേഷം അയാളുടെ ഷെയർ കൊടുത്താൽ മതി കേട്ടോ. 3 മാസത്തെ പ്രോഫിറ്റ് കാണുക, എന്നിട്ട് അയാളുടെ ഷെയർ കണ്ടുപിടിച്ച് കൊടുക്കുക. ഓക്കെ, സോ ഇതും കൂടെ നമ്മൾ കൊടുക്കാനുണ്ടാവും. ഇങ്ങനെ ഈ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ അങ്ങ് എഴുതി വെച്ചേക്കുക. ഏതിൻ്റെ? അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് വരുന്ന ഐറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഗുഡ് വില്ലിൻ്റെ ഷെയർ, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, റിസർവ്, റീവാലുവേഷൻ പ്രോഫിറ്റ്, ജോയിൻറ്റ് ലൈഫ് പോളിസീൻ്റെ സറണ്ടർ വാല്യൂ ഉണ്ടെങ്കിൽ അതും, ദെൻ റിട്ടയർമെൻറ്റ് ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റും നമ്മൾ കൊടുക്കും. ഇതൊക്കെ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് അങ്ങോട്ട് കാണിക്കുക. ആൻഡ് ഓൺ ദി ഡെബിറ്റ് സൈഡ്, നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചതിന് ശേഷം ഡെബിറ്റിൽ എന്തൊക്കെയാണ് കാണിക്കേണ്ടത്? ഈ പാർട്ട്ണർ ഉണ്ടല്ലോ, ഈ പാർട്ട്ണർ നമ്മുടെ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? പാർട്ട്ണർ ഡ്രോയിങ്സ് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെഴുതിപ്പിക്കും. ഡ്രോയിങ്സ് തന്നേച്ച് പോകണം. ഡെത്തായ പാർട്ട്ണറാണെങ്കിൽ നമുക്ക് തരൂല കേട്ടോ. ഡെത്തായ ആളാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക? എക്സിക്യൂട്ടറിനോട് വാങ്ങിക്കുക ചെയ്യുക. അപ്പോൾ എക്സിക്യൂട്ടറിൻ്റെ പേരിലാണ് നമ്മൾ ലാസ്റ്റ് ബാലൻസ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. എക്സിക്യൂട്ടർ ഉണ്ടാവുമല്ലോ അല്ലേ, ലീഗൽ ഹെയർസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടർ ഉണ്ടാവുമല്ലോ. ഓക്കെ, സോ എനിവേ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്നും നമ്മൾക്ക് കിട്ടാനുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യടാ? നമ്മളൊരു ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ഡെബിറ്റ് ഭാഗത്ത് അങ്ങോട്ട് എഴുതി വെക്കടാ. ഡെബിറ്റ് ഭാഗത്ത് അങ്ങോട്ട് എഴുതി വെക്കും. എന്തൊക്കെയാണ് വരിക? ലോസ് ഉണ്ടെങ്കിൽ ലോസ് അവിടെ എഴുതി വെക്കും. ലോസ് ഡെബിറ്റ് ഭാഗത്ത്. റിവാലുവേഷൻ ലോസ് ഡെബിറ്റ് ഭാഗത്ത്. ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പുള്ളിക്കാരൻ നമുക്ക് തരേണ്ട കാര്യമാണ്, നമ്മളത് ഡെബിറ്റ് ഭാഗത്ത് കാണിക്കും. ഷെയർ ഓഫ് ലോസ് ടിൽ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. ഞാനിവിടെ പറഞ്ഞല്ലോ ജൂൺ 30 ഇദ്ദേഹം മരിച്ചു പോകുന്നു അല്ലെങ്കിൽ റിട്ടയർ ചെയ്തു പോകുന്നു. അപ്പം നമ്മൾ അതുവരെയുള്ള പ്രോഫിറ്റ് കാണണം.
പക്ഷേ നമ്മുടെ ഫേമിന് കഴിഞ്ഞ കൊല്ലം ലോസ് ആണെങ്കിൽ നമ്മൾ അദ്ദേഹം മരിച്ച ഡേറ്റ് വരെയുള്ള ലോസ് ആണ് കണ്ടുപിടിക്കുക. ആ ലോസിൻ്റെ ഒരു പങ്ക് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കണം. സോ തിരിച്ച് പാർട്ട്നേഴ്സ് ഫേമിന് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യടാ, ഡെബിറ്റ് ഭാഗത്ത് എഴുതും. എന്നിട്ട് ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് അങ്ങോട്ട് ബാലൻസ് ചെയ്താൽ നമുക്കൊരു ഫിഗർ കിട്ടും. ആ ഫിഗർ ആണെന്ത്, എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ എമൗണ്ട് ഡ്യൂ ടു ഡൈഡ് പാർട്ട്ണർ. ഓക്കെ, എനിവേ ഇപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് റിട്ടയർമെൻ്റ് എന്നുള്ള ചാപ്റ്ററിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഞാൻ ആ പ്രീവിയസ് ഇയർ പ്രോബ്ലം എടുത്തു വെക്കാം. പ്രീവിയസ് ഇയർ പ്രോബ്ലം നമുക്ക് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാം. വളരെ വേഗത്തിൽ വർക്കൗട്ട് ചെയ്ത് പോകട്ടോ. സോ ഹിയർ ഇറ്റ് ഈസ് യെസ്, ഇത് ഇവിടെ പാർട്ട്ണർ ഡൈഡ് ആണ്, മരണപ്പെട്ടതാണ്. കുഴപ്പമില്ല, നമ്മൾ മരിച്ചാലും റിട്ടയർ ആയാലൊക്കെ ഒരേപോലെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫോളോയിങ് ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ലക്ഷ്മി, പ്രിയ ആൻഡ് ദീപ. 3 പാർട്ട്നേഴ്സിൻ്റെ ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. വേർ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്, നോ ഇഷ്യൂ. ഈക്വൽ ആയിട്ടാണ് ഒരു പ്രോഫിറ്റൊക്കെ ഷെയർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1:1:1. ഓക്കെ, അടിപൊളി. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് ഉണ്ട്, റിസർവ് ഫണ്ട് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ക്യാഷ് ബാങ്ക്, സൺഡ്രി ഡെറ്റേഴ്സ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, അസറ്റ് ഉണ്ട്. ഇനി എന്താ സംഭവിച്ചെന്ന് നോക്കിക്കോളൂ. ലക്ഷ്മി ഡൈഡ്, ലക്ഷ്മി മരണപ്പെട്ടു 31 മെയ്. നോക്കണേ, ഇവർ മെയ് മാസത്തിലാണ് മരണപ്പെട്ടത്, 31 മെയ്യിലാണ്. അപ്പം നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവുക, പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവും. മാർച്ചിലാണ് ബുക്ക് ക്ലോസ് ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ട് വിചാരിക്കുക. മാർച്ച് 31 മെയ് വരെയുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുണ്ടാവും. മാർച്ചും കഴിഞ്ഞ് എത്ര മാസം ഉണ്ടാവുക, ഏപ്രിൽ മെയ് 2 മാസത്തെ പ്രോഫിറ്റ് കാണാനുണ്ട്. ഞാൻ ഇവിടെ ഇപ്പം നോട്ട് ചെയ്ത് വെക്കാം. 2 മന്തിലെ പ്രോഫിറ്റ് കാണാനുണ്ടാവും കേട്ടോ. 2 മന്തിലെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, ദെൻ ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, കോഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഹർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആർ എൻടൈറ്റിൽഡ് ടു. ഇവർക്ക് എന്തൊക്കെ കിട്ടാൻ അവകാശമുണ്ട് നമുക്കറിയാം. ബാലൻസ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കണം. അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് ഓൾറെഡി ഉള്ള പ്രോഫിറ്റ്, റിസർവിൻ്റെ ഒക്കെ ഒരു പങ്ക് ഇവർക്ക് കിട്ടണം. ദെൻ ഷെയർ ഓഫ് ഗുഡ് വിൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കും. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ ചെറിയൊരു പണിയും കൂടി ഉണ്ട്, ഗുഡ് വിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ. ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഞങ്ങൾ കൊടുത്തോളാം. 2 മാസത്തെ പ്രോഫിറ്റ് കൊടുക്കണം മൂപ്പർക്ക്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6% പെർ ആനം. ശ്രദ്ധിക്കണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാനുണ്ട്. എങ്ങനെയാണ് കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളൂ, ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ദെൻ ഗുഡ് വിൽ ഓഫ് ദ ഫേം അണ്ടർ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഈസ് 42,000. ഞാൻ വിചാരിച്ചു നമ്മൾ ഗുഡ് വിൽ കാണേണ്ടി വരുന്നു. ഗുഡ് വിൽ കാണേണ്ട കേട്ടോ, ഗുഡ് വിൽ അവർ തന്നിട്ടുണ്ട് നമുക്ക്. 42,000 രൂപയാണ് ഗുഡ് വിൽ. ഫേമിൻ്റെതാണ്, ഫേമിൻ്റെ ഗുഡ് വില്ലാണ്. അപ്പം നമ്മൾ ഈ മരണപ്പെട്ട ലക്ഷ്മിയുടെ ഷെയർ കണ്ടുപിടിക്കണം. ആ ഷെയർ എന്ത് ചെയ്യണം, ആരാ കൊടുക്കേണ്ടത്, കണ്ടിന്യൂ ചെയ്യുന്ന മരണപ്പെടാത്ത പ്രിയ ആൻഡ് ദീപ കൊടുക്കണം. നമുക്ക് അവരെ കൊണ്ട് കൊടുപ്പിക്കാം. ഓക്കെ, ആൻഡ് പ്രോഫിറ്റ് ഓഫ് ദ ഇയർ പ്രീവിയസ് ഇയർ ആണ് 21,600. ഇപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് എന്തിനാ തന്നെന്ന് അറിയോ, 2 മാസത്തെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനില്ലേ, മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കാനില്ലേ, അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളത്. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. എമൗണ്ട് പേബിൾ ടു ലക്ഷ്മീസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആണ് കണ്ട് നമുക്ക് ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് സെറ്റാക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. ദിസ് ഈസ് ക്രെഡിറ്റ് സൈഡ് ആൻഡ് ദിസ് ഈസ് ഡെബിറ്റ് സൈഡ്. മരിച്ച ആളുടെ പേര് ലക്ഷ്മി എന്നാണ്. സോ നമ്മൾ ലക്ഷ്മീസ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കും. ലക്ഷ്മി തന്നെയല്ലേ, യെസ് ലക്ഷ്മി തന്നെയാണ്. സോ ലക്ഷ്മീസ് ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചു. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ശ്രദ്ധിച്ചോളൂ. ഈ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എസ് എ പ്രോബ്ലത്തിലും ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ഓർഡർ കീപ്പ് ചെയ്യുക. അങ്ങനെ ഒരു ഓർഡർ കീപ്പ് ചെയ്താൽ നിങ്ങളോട് ഒരിക്കലും ഇർഫാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്, ഷിഫാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് തീർച്ചയായിട്ടും റിയലൈസേഷൻ അക്കൗണ്ട് പറയും ഇർഫാൻ. കുറച്ച് കഴിഞ്ഞ് നമ്മളിതവിടെ ഇപ്പം ഇതിൻ്റെ ഒരു ഫൈനൽ പ്രോബ്ലത്തിലാണ് നിൽക്കുന്നത്. റിട്ടയർമെൻറ്റിൻ്റെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും റിയലൈസേഷൻ അക്കൗണ്ട് പറയും. ഓക്കെ, സോ ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദി പ്രോബ്ലം ബാക്ക്. ലക്ഷ്മിയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് ആദ്യം എടുത്ത് എഴുതാം.
നിങ്ങൾ എപ്പോഴും ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് ചെക്ക് ചെയ്യുക, ക്യാപിറ്റൽ ബാലൻസ് ഇതാദ്യം പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ലക്ഷ്മീൻ്റെത് മാത്രമേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ, പ്രിയ ദീപ പ്രിപ്പയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരു എമൗണ്ട് കോളം മതി. ഞാനിവിടെ ലക്ഷ്മിയുടെ ക്യാപിറ്റൽ ബാലൻസ് ആദ്യം ഇതാണ്, ബാലൻസ് ബ്രോ ഡൗൺ 29,200 അല്ലേ, 29,200 ആണല്ലോ, ഫൈൻ. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ, നിങ്ങൾ ലയബിലിറ്റി സൈഡ് തന്നെ ചെക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ റിസർവോ സർപ്ലസോ ഉണ്ടോ നോക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ റിസർവ് കണ്ടോ, റിസർവ് കിടക്കുന്നുണ്ട്. റിസർവ് കണ്ടാൽ അതെടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഏത് സൈഡിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ഭാഗത്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ക്രെഡിറ്റ് ഭാഗത്ത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക കേട്ടോ. റിസർവ് കണ്ടാൽ ക്രെഡിറ്റ് ഭാഗത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, സർപ്ലസ് കണ്ടാൽ ക്രെഡിറ്റ് ഭാഗത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, ലയബിലിറ്റി സൈഡിലെ ഐറ്റമാണ്. അപ്പോൾ ഞാനിവിടെ റിസർവ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. റിസർവിൻ്റെ എമൗണ്ട് എത്രയാണ്? 36,000 രൂപയുണ്ട്. സോ 36,000 മൊത്തം നമുക്ക് എടുത്തിട്ട് ലക്ഷ്മിക്ക് കൊടുക്കാൻ പറ്റില്ല, 3 പാർട്ട്നേഴ്സ് ഉണ്ട്. സോ ഇൻറ്റു 1/3 ആണ്. ഈക്വൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് സിമ്പിളാണ്, 1:1:1 ആണ് അല്ലേ. അപ്പോൾ 36,000 1/3 എന്ന് പറയുമ്പോൾ 12,000 രൂപയുണ്ടാവും. നമ്മൾ റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിനുശേഷം മക്കളെ നിങ്ങൾ നേരെ അസറ്റ് സൈഡിലേക്ക് പോവുക. അസറ്റ് സൈഡിൽ എന്തെങ്കിലും ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനുണ്ടോ? ഈ പ്രോബ്ലത്തിൽ ഒന്നുമില്ല കേട്ടോ, ഇവിടെ ഒന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനില്ല. ബാങ്ക് ബാലൻസ്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫിക്സഡ് അസറ്റ് ഒക്കെയാണ്. ഗുഡ്വിൽ കണ്ടാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഗുഡ്വിൽ കണ്ടാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കണ്ടാലും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇവിടെ ഈ 2 സാധനങ്ങളും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വരാം. ഇനി എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞത്? ഗുഡ്വിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് ഗുഡ്വിലാണ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഫേമിൻ്റെ ഗുഡ്വിലാണ്. ഗുഡ്വിലിൻ്റെ എമൗണ്ട് 42,000 രൂപയാണ്. 42,000 രൂപയാണ്. ഞാൻ ആ ഗുഡ്വിൽ കൊടുക്കാൻ വേണ്ടി പോവാണ്. സോ ഗുഡ്വിൽ എപ്പോഴും കൊടുക്കേണ്ടത് ഏത് സൈഡിലാണ്? റിട്ടയറിംഗ് പാർട്ട്നേഴ്സിൻ്റെയും ഡെത്ത് ഓഫ് എ പാർട്ട്ണറിൻ്റെയും കേസിൽ ഗുഡ്വിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്താണ് കാണിക്കേണ്ടത് അല്ലേ. റിട്ടയറിംഗ് പാർട്ട്ണറുടെ കേസിൽ ക്രെഡിറ്റ് ഭാഗത്താണ് വരിക. എന്താ എൻട്രി? നമ്മൾ നേരത്തെ എൻട്രി ചെയ്തിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് വാട്ട് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്ണർ. സോ ഗുഡ്വിൽ എത്രയാണ് നോക്കുക? 42,000 രൂപയുണ്ട്. സോ ഷെയർ ഓഫ് ഗുഡ്വിൽ ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഷെയർ ഓഫ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഗുഡ്വിൽ, ഷെയർ ഓഫ് ഗുഡ്വിൽ നോക്കിക്കോളൂ. 42,000 രൂപയാണ് നമുക്ക് ടോട്ടൽ ഗുഡ്വിൽ ഉള്ളത്. അതിൽ ഈ പറഞ്ഞ ലക്ഷ്മിക്ക് എത്ര ഉണ്ടാവുള്ളൂ? 1/3 ഉണ്ടാവുള്ളൂ. സോ 42,000 ഇൻറ്റു 1/3, 42,000 ഇൻറ്റു 1/3 വി ഗോട്ട് 14,000 രൂപയുണ്ട്. സോ ഇവിടെ 14,000 രൂപയുണ്ട് ഗുഡ്വിൽ. 14,000 രൂപ ഗുഡ്വിൽ ആരാണ് കൊടുക്കേണ്ടത്? സോ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് ഗുഡ്വിൽ കൊടുക്കേണ്ടത് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആണ്. ഇവിടെ ആരൊക്കെയാണ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്? പ്രിയ ആൻഡ് ദീപ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഗുഡ്വിൽ എഴുതേണ്ടത്? പ്രിയാസ് ക്യാപിറ്റൽ, 7,000 rupees and Deepa's capital. Deepa's capital 7,000 rupees. ഇത് നമുക്ക് ഗുഡ്വിലാണ് കേട്ടോ. 2 പാർട്ട്നേഴ്സും ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. കാരണം എന്താണ്? ഇവർ ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. ന്യൂ റേഷ്യോ തന്നിട്ടില്ല, ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വഴിയില്ല. അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ തന്നെ ആയിരിക്കും എന്താടാ ഈ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. 14,000 കൊടുക്കാനുണ്ടായിരുന്നു. ആ 14,000 നമ്മൾ എന്ത് ചെയ്തു? 7,000 രൂപ പ്രിയ കൊടുത്തു, 7,000 രൂപ ദീപ കൊടുത്തു. ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ അടുത്ത നോക്കിക്കോളൂ. ഇനി എന്താ കൊടുക്കാനുള്ളത്? നമ്മൾ പ്രോഫിറ്റ് കൊടുത്തു, ഷെയർ ഓഫ് ഗുഡ്വിൽ കൊടുത്തു, ഷെയർ ഇൻ ദ പ്രോഫിറ്റ് അപ് ടു ഡേറ്റ് ഓഫ് ഡെത്ത് ഓഫ്. നോക്കൂ, ഷെയർ അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഇല്ലേ, മരണം വരെയുള്ള പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. 2 മാസത്തെ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് 2 മാസം നമുക്ക് കിട്ടിയത്? മെയ് 31 മരണപ്പെടുന്നത്. സോ മാർച്ച് 31 ശേഷം എത്ര മന്ത് ഉണ്ടെന്ന് നോക്കുക. മാർച്ചിന് ശേഷം ഏപ്രിൽ, മെയ് 2 മാസം. ഏപ്രിൽ, മെയ് 2 മാസമാണ്. 2 മാസത്തെ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. സോ എത്രയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ പ്രോഫിറ്റ്? 21,600 അപ്പം ഞാൻ 2 മന്തിലെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയാണ്. തൽക്കാലം നമുക്ക് ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ തോന്നുന്നത് അല്ലേ. 2 മന്തിലെ പ്രോഫിറ്റ്
2 months profit is equal to 21,600 into 2/12 into 2/12 21,600 into 2/12 that is equal to 3,600 ഓക്കെ. നൗ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മരണപ്പെട്ട ലക്ഷ്മിയുടെ ഷെയർ കണ്ടുപിടിക്കാം. ലക്ഷ്മിയുടെ ഷെയർ എത്ര ഉണ്ടാവിടാ? 3,600 ഇൻറ്റു 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3,600 ഹരിക്കണം 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,200 രൂപ ഉണ്ടാവും അല്ലേ? 1,200 രൂപ ഉണ്ടാവും. ഓക്കെ. സോ ഷെയർ ഓഫ് പ്രോഫിറ്റ് നമ്മൾ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് എഴുതണം. ബ്രാക്കറ്റിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് 1,200 രൂപ ഉണ്ടാവും. 1,200 രൂപയാണ് നമുക്ക് വരുന്നത്. ഓക്കെ. സോ പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 1,200 രൂപ നമ്മൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുത്തു, ഗുഡ് വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു, പ്രോഫിറ്റ് കൊടുത്തു. ഇനി നമുക്ക് കൊടുക്കാനുള്ള ഐറ്റം എന്താണ്? ഇവിടെ നാലാമതൊരു ഐറ്റം ഉണ്ട്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്തിൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ക്യാപിറ്റലിൻ്റെ മുകളിലാണ്, 29,200 മുകളിലാണ്. ബട്ട് ഇവിടെ 2 മാസത്തെ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. മാർച്ച് 31 വരെ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും, അവിടെ ബാലൻസ് ഷീറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് കൊടുത്താൽ മതി. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ദ ലാസ്റ്റ് ഐറ്റം 29,200 ഇൻറ്റു എത്ര ശതമാനമാണ്? 6%. സോ ഇൻറ്റു 6/100 ഇൻറ്റു 2/12 ചെയ്യണം. എന്തുകൊണ്ടാണ് 2/12 ചെയ്തത്? ഇയാൾ മരണപ്പെടുന്നതിന് വരെയുള്ള ആ സമയം വരെയുള്ള ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. സോ നമുക്കിവിടെ നോക്കാം എത്രയാണെന്നുള്ളത്. 29,200 ഇൻറ്റു 6/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,752 ഇൻറ്റു 2/12 that is equal to 292. So we got a balancing figure of ഡെബിറ്റ് ഭാഗത്ത് നമുക്കിവിടെ ഒരു ഐറ്റം പോലും ഇല്ല, ഡ്രോയിങ്സ് ഇല്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇല്ല. ഇപ്പം നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു. സോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ 5 മാർക്കിൻ്റെ ചോദ്യമാണ്. പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ഭാഗത്ത് എഴുതുക, പാർട്ട്ണറിൽ നിന്ന് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഡെബിറ്റ് ഭാഗത്ത് എഴുതുക, അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് എത്രയാണ് ടോട്ടൽ നോക്കാം. 292 പ്ലസ് 1,200 പ്ലസ് 14,000 ഷെയർ ഓഫ് ഗുഡ് വിൽ ഉണ്ട്, പ്ലസ് 12,000 രൂപ ഷെയർ ഓഫ് റിസർവ് കിട്ടിയിട്ടുണ്ട്, പ്ലസ് 29,200 അവരുടെ ടോട്ടൽ ക്യാപിറ്റൽ ബാലൻസ് ആണ്. ടോട്ടൽ 56,692 വരും. 56,692 നമുക്ക് 56,692 ഡെബിറ്റ് ഭാഗത്തേക്ക് എടുക്കാം. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം എമൗണ്ട് ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബാലൻസിങ് ഫിഗർ ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റാം. എക്സിക്യൂട്ടേഴ്സ് ലോൺ ആണ് ലക്ഷ്മീസ് എക്സിക്യൂട്ടേഴ്സ് ലോൺ. ലക്ഷ്മീസ് എക്സിക്യൂട്ടീവ്സ് ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റാം. 56,692 രൂപയാണ് നമ്മൾ ലക്ഷ്മി എന്ന പാർട്ട്ണർക്ക് കൊടുക്കാനുള്ളത്. സോ ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇത് സെറ്റ് ആണെങ്കിൽ ഇനി നമുക്കിതിനകത്ത് എസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫുൾ ഫ്ലഡ്ജ്ഡ് പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതിനിടയ്ക്ക് നമുക്ക് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട് പറയുമെന്ന് ചോദിച്ചിട്ട്. ഇപ്പോൾ ഞാൻ റിയലൈസേഷൻ അക്കൗണ്ട് പറയാൻ വേണ്ടി പോവാണ്. ഓക്കെ ആണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് വേണ്ട ആളുകളൊന്ന് കമൻറ്റ് ചെയ്യണം ഓക്കെ എന്ന്. റിയലൈസേഷൻ അക്കൗണ്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട്. ഇർഫാൻ പോയിട്ടില്ല എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. റിയലൈസേഷൻ അക്കൗണ്ട് ഇല്ല എങ്കിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് റിട്ടയർമെൻറ്റിൻ്റെ ഫൈനൽ അക്കൗണ്ട് ചെയ്യാൻ പോവുകയാണ്. സോ റിയലൈസേഷൻ അക്കൗണ്ട് വേണ്ട ആളുകളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ എന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യടാ. റിയലൈസേഷൻ അക്കൗണ്ട്
ഷിഫാന അണ്ടർ ഇർഫാനാണ് റിയലൈസേഷൻ അക്കൗണ്ട് പറഞ്ഞിട്ടുള്ളത്. സോ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടാണ്. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് കറക്റ്റ് ആണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന റിയലൈസേഷൻ അക്കൗണ്ട് ഓക്കെ ആണെങ്കിൽ നമ്മുടെ ടോട്ടൽ എസ് എ പ്രോബ്ലം കറക്റ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഓക്കെ, റിയലൈസേഷൻ അക്കൗണ്ട് പറയാൻ വേണ്ടി പോവുകയാണ്. റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ത് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദി റിയലൈസേഷൻ അക്കൗണ്ട്. നോക്കൂ, നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പിനകത്ത്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിനകത്ത് നമ്മൾ ചെയ്യേണ്ട അക്കൗണ്ടുകൾ എന്തൊക്കെയാണ്? നമ്മൾ പ്രാക്ടിക്കലി ചെയ്യേണ്ട കാര്യം ആദ്യം എല്ലാവരും മൈൻഡിൽ വെക്കുക എപ്പോഴും. ഫേം കംപ്ലീറ്റ് അടച്ചു പൂട്ടുകയാണ്, ഫേം ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ അക്കൗണ്ടുകളും ക്ലോസ് ചെയ്യണം. അസറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം, ലയബിലിറ്റി അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. എന്നിട്ടോ നമ്മൾ ഈ അസറ്റൊക്കെ എടുത്ത് വിൽക്കണം. വിറ്റിട്ട് കിട്ടുന്ന ക്യാഷ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കടങ്ങളൊക്കെ വീട്ടണം. ലയബിലിറ്റീസ് ഒക്കെ നമ്മൾ സെറ്റിൽ ചെയ്യണം. ലയബിലിറ്റി സെറ്റിൽ ചെയ്യുന്നതിന് ഒരു ഓർഡറൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ ഏതാണ് സെറ്റിൽ ചെയ്യേണ്ടത്? എക്സ്റ്റേണൽ ലയബിലിറ്റി ആണ് സെറ്റിൽ ചെയ്യേണ്ടത് കേട്ടോ. എക്സ്റ്റേണൽ ലയബിലിറ്റി ആണ് സെറ്റിൽ ചെയ്യേണ്ടത്. ദെൻ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ലോണ് സെറ്റിൽ ചെയ്യും. ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബാലൻസ് ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. സോ വാട്ട് ഈസ് എ റിയലൈസേഷൻ അക്കൗണ്ട്? എന്താണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ഫോർ ദി പർപ്പസ് ഓഫ് ക്ലോസിംഗ് ദിസ് അക്കൗണ്ട് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി. ഓക്കെ, സോ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട് ഇൻ നാച്ചുർ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ക്ലോസ് all assets and liabilities, all assets and liabilities, okay, of that firm, particular firm. നമ്മൾ ഒരു ഫേം ക്ലോസ് ആവുന്ന സമയത്ത്, ഫേം അടച്ചു പൂട്ടുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു നോമിനൽ അക്കൗണ്ട് ആണെന്ത്? റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പർപ്പസ്? ക്ലോസിങ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റുകളും അതേപോലെ ലയബിലിറ്റീസും ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. നോക്കാം, നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് ഫോർമാറ്റ് നമുക്കിവിടെ കൊടുക്കാം. പെട്ടെന്ന് റിയലൈസേഷൻ അക്കൗണ്ട് നമുക്ക് സെറ്റാക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു പ്രീവിയസ് ഇയർ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ദ ക്രെഡിറ്റ് സൈഡ്, ദ ഡെബിറ്റ് സൈഡ്, ദ particulars column, the amount column, again the amount column, particulars column. Okay, so listen carefully. റിയലൈസേഷൻ അക്കൗണ്ട് നോമിനൽ ഇൻ നാച്ചർ ആണ്. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റ് എടുക്കുക. അതായത് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റ് എടുക്കുക. ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, അതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടാവും. ഇത് രണ്ടും നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ സ്റ്റാർട്ട് ഫ്രം അസറ്റ് സൈഡ്. ബാലൻസ് ഷീറ്റിനകത്തുള്ള അസറ്റുകൾ നമ്മൾ ആദ്യം എങ്ങോട്ടേക്ക് ക്ലോസ് ചെയ്യുക? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ക്ലോസ് ചെയ്യുക. ഓക്കെ, സോ അസറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർത്ത് വെക്കുക, അസറ്റ് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അസറ്റ് കുറയുന്നു എന്നാണ് അർത്ഥം. അസറ്റ് കുറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ അസറ്റുകളെയും ഡെബിറ്റ് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്യുക. സോ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? എല്ലാ അസറ്റുകളെയും നമ്മൾ ഡെബിറ്റ് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്യണം. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്യണം. ബ്രാക്കറ്റ് കൊടുക്കുന്നത് ഇൻഡിവിജ്വലി എന്നാണ്. വൈ ഇറ്റ് ഈസ് ഇൻഡിവിജ്വലി? നമ്മൾ ഓരോ അസറ്റായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ മാറ്റേണ്ടത്. 1 by 1 ആയിട്ടാണ് നിങ്ങൾ അസറ്റിനെ എന്ത് ചെയ്യേണ്ടത്? മാറ്റേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ലാൻഡ്, ഡെറ്റർ ടു ബിൽഡിങ്, ടു ഫർണിച്ചർ, ടു ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ് 1 by 1 ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അസറ്റ് നമ്മൾ ക്ലോസ് ചെയ്തു, എല്ലാ അസറ്റും ക്ലോസ് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. except cash, bank, partners loan.
സോറി പാർട്ട്നേഴ്സ് ലോൺ എടുക്കേണ്ട, ടു പാർട്ട്നേഴ്സ് ലോൺ. പാർട്ട്നേഴ്സിന് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, അതിവിടെ ഈ ഒരു അസറ്റ് മാറ്റുന്ന സമയത്ത് കാണിക്കാൻ വേണ്ടി പാടില്ല. എനിവേ ക്യാഷും ബാങ്കും ഒരു കാരണവശാലും എടുക്കരുത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അതും എടുക്കാൻ വേണ്ടി പാടില്ല. സോ റിയലൈസേഷൻ അക്കൗണ്ടിനകത്ത് നമ്മൾ അസറ്റ് മാറ്റേണ്ടത് എവിടേക്കാണ്? ഡെബിറ്റ് ഭാഗത്തേക്കാണ്. എങ്ങനെയാണ് മാറ്റേണ്ടത്? ഇൻഡിവിജ്വലി ആണ് മാറ്റേണ്ടത്. 1 by 1 ആയിട്ട് മാറ്റുക. അവിടെ നമ്മൾ എന്തൊക്കെ ഒഴിവാക്കണം? ക്യാഷ് ഒഴിവാക്കണം, ബാങ്ക് ഒഴിവാക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസിനെയും ഒഴിവാക്കണം. ഈ 3 ഐറ്റവും നമ്മൾ എടുക്കാൻ പാടില്ല. ബാക്കി എല്ലാ അസറ്റും നിങ്ങൾക്ക് 1 by 1 ആയിട്ട് എടുക്കാം. എപ്പോഴും എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കേണ്ടത്? 1 by 1 ആയിട്ട്. ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, പ്ലാന്റ്, മെഷീനറി, ഇങ്ങനെ 1 by 1 ആയിട്ട് എടുക്കാം. നമ്മൾ എഴുതേണ്ട വാല്യൂ ഏതാണ്? വി ഹാവ് ടു റൈറ്റ് ദി BV, ദാറ്റ് ഈസ് ബുക്ക് വാല്യൂ. എന്താണ് എഴുതേണ്ടത്? ബുക്ക് വാല്യൂ ആണ് എഴുതേണ്ടത്. ഞാൻ ആ ജേണൽ എൻട്രി ഇവിടെ എഴുതുകയാണ്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് എന്നാണ് എൻട്രി വേണ്ടത് കേട്ടോ. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് എന്നാണ് എൻട്രി വേണ്ടത്. എന്താണ് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ? ബാലൻസ് ഷീറ്റിലെ വാല്യൂ ആണെന്ത്? ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങളിവിടെ ടു ലാൻഡ് എന്ന് എഴുതുമ്പോൾ, ടു ബിൽഡിംഗ് എന്ന് എഴുതുമ്പോൾ, ടു ഫർണിച്ചർ എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്ത് വാല്യൂ ആണ് കാണിക്കേണ്ടത്? ബുക്ക് വാല്യൂ ആണ് കാണിക്കേണ്ടത്. വിച്ച് മീൻസ് ബാലൻസ് ഷീറ്റിലെ വാല്യൂ കോപ്പി പേസ്റ്റ് ചെയ്യാണ് വേണ്ടത്. എല്ലാ അസറ്റും എടുക്കുക. ഒറ്റ കാര്യം നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മക്കൾ, എല്ലാ ആളുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡെറ്റേഴ്സ് എന്നൊരു ഐറ്റം എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വിട്ടുപോകരുത്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഡെറ്റേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ കാണിക്കാം. അത് സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് 1,00,000 രൂപ ഇന്നർ കോളത്തിലുണ്ടെന്ന് വിചാരിക്കാം. നമുക്കവിടെ ലെസ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട്, ഒരു 10,000 രൂപ കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. സോ 1,00,000 10,000 കഴിച്ച് 90,000 എമൗണ്ട് കോളത്തിലിരിക്കുന്നത് എന്ന് വിചാരിക്കാം. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് എമൗണ്ട് ആണ് എടുക്കേണ്ടത്? സൺട്രി ഡെറ്റേഴ്സ് നമ്മൾ മാറ്റുന്ന സമയത്ത് എപ്പോഴും മുകളിലുള്ള ടോട്ടൽ എമൗണ്ട് എടുക്കുക. സോ ഞാനിവിടെ അസറ്റ് സൈഡിൽ സൺട്രി ഡെറ്റേഴ്സ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 1 lakh rupees തന്നെ കാണിക്കണം. ഓക്കെ, പ്രൊവിഷൻ കുറയ്ക്കാൻ പാടില്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സ്പോട്ടിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കുക. 10,000 രൂപ ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കുക. അവ സ്പോട്ടിൽ കാണിച്ചാൽ നമ്മളോട് പിന്നെ വിട്ടുപോവില്ല. സോ ഡെബിറ്റ് ഭാഗത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 1 lakh കാണിക്കുക. പ്രൊവിഷൻ കുറയ്ക്കാത്ത എമൗണ്ട് കാണിക്കുക. ക്രെഡിറ്റ് ഭാഗത്ത് എന്ത് ചെയ്യുക? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് പറഞ്ഞിട്ട് 10,000 രൂപ ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കുക. സോ ക്ലിയർ ആണല്ലോ? അസറ്റ് മാറ്റുക എന്നുള്ള ഒരു ജോലി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഒന്നാമത്തെ സ്റ്റെപ്പാണ് അസറ്റുകൾ 1 by 1 ആയിട്ട് എടുത്ത് എഴുതുക. എഴുതേണ്ട വാല്യൂ ബുക്ക് വാല്യൂ ആണ്. ദെൻ ക്യാഷ് എടുക്കാൻ പാടില്ല, ബാങ്ക് എടുക്കാൻ പാടില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് എടുക്കാൻ വേണ്ടി പാടില്ല. ഇനി സൺട്രി ഡെറ്റേഴ്സ് എന്നൊരു ഐറ്റം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എപ്പോഴും പ്രൊവിഷൻ കുറയ്ക്കാത്ത എമൗണ്ട് ആണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ എടുക്കേണ്ടത്. ഓക്കെ, പ്രൊവിഷൻ കുറയ്ക്കാൻ പാടില്ല. പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യണടാ? പ്രൊവിഷൻ നമ്മൾ നേരെ ക്രെഡിറ്റ് ഭാഗത്ത് ലയബിലിറ്റിയുടെ കൂടെ എന്ത് ചെയ്യണം? കാണിക്കണം. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 ലയബിലിറ്റികൾ ക്ലോസ് ചെയ്യുന്നതാണ്. സോ എവിടേക്കാണ് ലയബിലിറ്റികൾ ക്ലോസ് ചെയ്യേണ്ടത്? അസറ്റ് നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ലയബിലിറ്റികൾ എവിടെയാണ് കാണിക്കുക? നമ്മൾ ലയബിലിറ്റീസ് കാണിക്കേണ്ടത് എവിടെയാണ്? ക്രെഡിറ്റ് ഭാഗത്താണ് കാണിക്കേണ്ടത്. റൂളിന് യാതൊരു മാറ്റവുമില്ല. ലയബിലിറ്റീസ് എങ്ങനെയാണ് കാണിക്കേണ്ടത്? ഇൻഡിവിജ്വലി കാണിക്കുക. ഇൻഡിവിജ്വലി ആണ് കാണിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ബൈ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബൈ ബിൽസ് പേബിൾ, അല്ലേ? എല്ലാം നമ്മൾ ബൈ വെച്ച് 1 by 1 ആയിട്ട് പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ ബുക്ക് വാല്യൂ എഴുതുക. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിലെ വാല്യൂ എഴുതുക. ഓക്കെ, ബൈ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബൈ ബിൽസ് പേബിൾ, ബൈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇങ്ങനെ 1 by 1 ആയിട്ട് എഴുതുക. ഇതിൻ്റെ കൂടെ നിങ്ങൾ ആരെയും കൂടി എഴുതണം? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി എഴുതണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എഴുതണം. ഇനി ലയബിലിറ്റി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ പോയിന്റ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. എക്സെപ്റ്റ് എന്തിനെ ഒഴിവാക്കണം? എക്സെപ്റ്റ് ഇൻറ്റേർണൽ ലയബിലിറ്റി ലൈക്ക് ക്യാപിറ്റൽ എടുക്കരുത്.
ഒരു കാരണവശാലും നമ്മൾ ക്യാപിറ്റൽ എടുക്കാൻ വേണ്ടി പാടില്ല. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ എടുക്കരുത്. ദെൻ റിസർവ്സ് എടുക്കരുത്. റിസർവ് എടുക്കാൻ വേണ്ടി പാടില്ല. ദെൻ സർപ്ലസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സർപ്ലസ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ദെൻ പാർട്ട്നേഴ്സ് ലോൺ. പാർട്ട്നേഴ്സ് ലോണും എടുക്കാൻ പാടില്ല. മാറിപ്പോവരുത്. പാർട്ട്നേഴ്സിൻ്റെ വൈഫിൻ്റെ ലോൺ ആണെങ്കിൽ എടുക്കാം, മിസ്സിസിൻ്റെ ലോൺ ആണെങ്കിൽ എടുക്കാം, പാർട്ട്നേഴ്സിൻ്റെ ലോൺ എടുക്കരുത് കേട്ടോ. പാർട്ട്നേഴ്സ് ലോൺ എടുക്കാൻ പാടില്ല. സോ ഇറ്റ്സ് ഓൺ ദി ലയബിലിറ്റി സൈഡ്, ദാറ്റ്സ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. വി ഹാവ് ടു പുട്ട് ഓൾ ലയബിലിറ്റീസ്, all external liabilities except capital, reserves, surplus, പാർട്ട്നേഴ്സ് ലോൺ. ഇത്രയും കാര്യം ഒഴിവാക്കി ബാക്കിയെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുക്കാൻ വേണ്ടി പറ്റും. വാല്യൂ എഴുതേണ്ടത് ബുക്ക് വാല്യൂ ആണ്. സോ ദിസ് ഈസ് സ്റ്റെപ്പ് നമ്പർ 2. സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ 1ഉം 2ഉം സ്റ്റെപ്പ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അസറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, ലയബിലിറ്റി കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അസറ്റ് എടുക്കുമ്പോൾ എന്തെടുക്കരുത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലയബിലിറ്റി എടുക്കുന്ന സമയത്ത് എന്തെല്ലാം ഐറ്റം എടുക്കരുത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ള എല്ലാ അസറ്റുകളെയും, ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ള എല്ലാ അസറ്റും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സെല്ല് ചെയ്യാൻ പോവാണ്. അതായത് റിയലൈസ് ചെയ്യണം. അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് എൻട്രി ഇടേണ്ടത്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട്, ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണ് കാണിക്കേണ്ടത്, ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കുക, ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കുക. ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാടാ, ബ്രാക്കറ്റ് കാണിക്കുക, ബൈ ബാങ്ക് സെയിൽ ഓഫ് അസറ്റ്സ്. ഇതിപ്പോൾ കുറേ അസറ്റ് നമ്മൾ വിറ്റിട്ടുണ്ടെങ്കിൽ ആ വിറ്റ വാല്യൂ എല്ലാം കൂടെ കൂട്ടി ഒറ്റ ബൈ ബാങ്ക് എഴുതിയാൽ മതി. എന്നിട്ട് ഇവിടെ സെയിൽസ് വാല്യൂ ആണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത്, ടോട്ടൽ സെയിൽസ് വാല്യൂ ആണ് എഴുതേണ്ടത് കേട്ടോ. സോ എല്ലാ അസറ്റും വിൽക്കണം, ഒരു അസറ്റ് പോലും വിട്ടുപോകാൻ പാടില്ല. ഇവിടേക്ക് നമ്മൾ മാറ്റിയിട്ടുള്ള മുഴുവൻ അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ സെല്ല് ചെയ്യണം, സെൽ ഔട്ട് ചെയ്യണം. ഓക്കെ, എല്ലാ അസറ്റും നമ്മൾ വിറ്റു. അസറ്റ് വിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ബാങ്ക് എന്നാണ് എഴുതേണ്ടത് അല്ലേ. എൻട്രി എന്തായിരുന്നു, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ഇവിടെ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ലയബിലിറ്റി ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി എന്താണ്, ലയബിലിറ്റീസ് ഇൻഡിവിജ്വലി. ലയബിലിറ്റി ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ ആണ് വരിക കേട്ടോ. ലയബിലിറ്റീസ് ടു റിയലൈസേഷൻ. അപ്പോൾ നമ്മൾ അസറ്റ് എല്ലാം ഇവിടെ വിറ്റ് കഴിഞ്ഞു, അസറ്റൊക്കെ നമ്മൾ വിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരു കാര്യം കൂടി അവിടെ ഓർത്ത് വെക്കണം. അസറ്റ് വിൽക്കുക മാത്രമല്ല, ചില സമയത്ത് എന്ത് സംഭവിക്കടാ, അസറ്റ് പാർട്ട്നേഴ്സ് എടുത്തു കൊണ്ടുപോകും. അസറ്റ് പാർട്ട്ണർ കൊണ്ടുപോയാൽ നമ്മൾ എന്താണ് അവിടെ കാണിക്കേണ്ടത്, വി ഹാവ് ടു ഷോ ദാറ്റ് ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് കാണിക്കുക, ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. എന്നിട്ട് പാർട്ട്ണർ എടുത്തുകൊണ്ടുപോയ അസറ്റ് ഉണ്ടാവുമല്ലോടാ, പാർട്ട്ണർ എടുത്തുകൊണ്ടുപോയ അസറ്റിൻ്റെ വാല്യൂ നമ്മളവിടെ കാണിക്കുക. സോ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നാണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. സോ നമ്മൾ അസറ്റ് സെയിൽ ചെയ്തു, അതേപോലെ അസറ്റ് എന്ത് ചെയ്തു, പാർട്ട്നേഴ്സ് കൊണ്ടുപോയതിൻ്റെ ട്രീറ്റ്മെൻറ്റും നമ്മൾ എഴുതി കഴിഞ്ഞു. അസറ്റ് സെയിൽ ചെയ്തു, പാർട്ട്നേഴ്സ് കൊണ്ടുപോയതിൻ്റെ ട്രീറ്റ്മെൻറ്റും നമ്മൾ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ നോക്കടാ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അൺറെക്കോർഡഡ് അസറ്റ് എന്ന് പറഞ്ഞ സാധനം വരാറുണ്ട്. അൺറെക്കോർഡ് അസറ്റ് വരാറുണ്ട്. അൺറെക്കോർഡഡ് അസറ്റ് വിച്ച് മീൻസ് ഇതുവരെ ബുക്കിലില്ലാത്ത അസറ്റാണെന്ത്, അൺറെക്കോർഡഡ് അസറ്റ് എന്ന് പറയുന്നത്. ഇതുവരെ ബുക്കിൽ കാണിക്കാത്ത അസറ്റാണെന്ത്, അൺറെക്കോർഡഡ് അസറ്റ്. നിങ്ങൾ ഈ റിയലൈസേഷൻ്റെ സമയത്ത്, നിങ്ങൾ ഡിസൊല്യൂഷൻ്റെ സമയത്ത് അൺറെക്കോർഡഡ് അസറ്റ് കണ്ടാൽ ഒന്നും ആലോചിക്കരുത്, അത് വിറ്റ് കളഞ്ഞാൽ മതി. നമ്മളത് സെയിൽ ചെയ്യുമ്പോൾ എന്താ കാണിക്കേണ്ടത് അറിയോ, ബൈ ബാങ്ക് ബ്രാക്കറ്റിൽ അൺറെക്കോർഡഡ് അസറ്റ് നമ്മൾ വിറ്റു. ഓക്കെ, ഇനി ഈ അൺറെക്കോർഡഡ് അസറ്റ് പാർട്ട്ണർ എടുത്തു കൊണ്ടുപോവുകയാണെങ്കിലോ, ദെൻ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ബ്രാക്കറ്റിൽ അയാളുടെ
എന്ത് അൺറെക്കോർഡ് അസറ്റിൻ്റെ കാര്യം നമുക്കവിടെ റെക്കോർഡ് ചെയ്യാം. അൺറെക്കോർഡ് അസറ്റാണ് കൊണ്ടുപോയത്. ഓക്കെ, സോ അയാൾ കൊണ്ടുപോയ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ എഴുതിയാൽ മതി. സോ അൺറെക്കോർഡ് അസറ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ഇൻ ദ കേസ് ഓഫ് അൺറെക്കോർഡ് അസറ്റ് സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ ബാങ്ക് എന്ന് എഴുതുക. പാർട്ട്ണർ കൊണ്ടുപോയ എന്താണ് എഴുതേണ്ടത്, ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് എഴുതുക. ഓക്കെ, സോ ഐ എം റിപ്പീറ്റിംഗ്, ദിസ് ഈസ് സ്റ്റെപ്പ് നമ്പർ 3. സ്റ്റെപ്പ് നമ്പർ 3 കുറച്ച് വലുതാണ് റിയലൈസേഷൻ അക്കൗണ്ടിൽ. നോക്കിക്കോളൂ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 1, ആസറ്റ് വിറ്റു. ഇവിടെയുള്ള എല്ലാ ആസറ്റും നമ്മൾ ഇങ്ങോട്ട് വിറ്റു. 2, ആസറ്റ് പാർട്ട്നേഴ്സ് കൊണ്ടുപോയപ്പോൾ നമ്മൾ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് എഴുതി കാണിച്ചു. ഇനി അൺറെക്കോർഡ് അസറ്റ് വന്നാൽ നമ്മൾ സെല്ല് ചെയ്യണം. സെല്ല് ചെയ്യുമ്പോൾ ബൈ ബാങ്ക് അൺറെക്കോർഡ് അസറ്റിന് കാണിക്കണം. അതേപോലെ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, അൺറെക്കോർഡ് അസറ്റ് പാർട്ട്നേഴ്സ് ആണ് കൊണ്ടുപോയതെങ്കിൽ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് കാണിച്ചാൽ മതി. ഇപ്പം 3rd സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി 4th സ്റ്റെപ്പാണ് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ, ദാറ്റ് ഈസ് പേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ്. നോക്കൂ, നമ്മൾ ഇവിടേക്ക് മാറ്റിയിട്ടില്ല. പ്രൊവിഷൻസ് ഒഴികെയുള്ള ലയബിലിറ്റി ഉണ്ടാവുമല്ലോ, അതായത് സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും, ബാങ്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഉണ്ടാവാം, അല്ലേ, ട്രേഡ് പേബിൾസ് ഉണ്ടാവാം, ബിൽസ് പേബിൾസ് ഉണ്ടാവാം. ഈ പറയുന്ന ലയബിലിറ്റീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റിൽ ചെയ്യണം. ലയബിലിറ്റികൾ കൊടുക്കുമ്പോൾ എൻട്രി എന്താടാ, ലയബിലിറ്റി കൊടുക്കുമ്പോൾ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട്, ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് ആണ്. ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് നമുക്ക് എഴുതാം. സോ ലയബിലിറ്റി സെറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താ കാണിക്കേണ്ടത്, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ഓർ ക്യാഷ്, ബ്രാക്കറ്റിൽ ലയബിലിറ്റീസ്. നമ്മൾ സെറ്റിൽ ചെയ്യുന്ന ലയബിലിറ്റീൻ്റെ പേര് എഴുതുക. എത്ര രൂപയ്ക്കാണോ ലയബിലിറ്റി നമ്മൾ കൊടുക്കുന്നത് ആ എമൗണ്ട് നമ്മളിവിടെ കാണിക്കുക. ഓക്കെ, സോ നമ്മൾ ലയബിലിറ്റീസ് സെറ്റിൽ ചെയ്തു. ലയബിലിറ്റീസ് നമ്മൾ സെറ്റിൽ ചെയ്തു. നമ്മളിവിടെ ലയബിലിറ്റികളൊക്കെ ഇങ്ങനെ ഇവിടെ ലയബിലിറ്റീസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ സെറ്റിൽ ചെയ്തു. ഓക്കെ, പേയ്മെൻറ്റ് നടത്തി. ഇനി ഒരു പാർട്ട്ണർ പറയുകയാണ്, ഈ ലയബിലിറ്റി ഞാൻ കൊടുത്തോളാം, എൻ്റെ വൈഫിൻ്റെ ലോൺ ഞാൻ കൊടുത്തോളാം. സോ പാർട്ട്ണറാണ് സെറ്റിൽ ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ക്യാഷ് ചിലവാവില്ല, പൈസ ചിലവാവില്ലല്ലോ, പാർട്ട്ണർ അല്ലേ കൊടുക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെറുതായിട്ട് എൻട്രി ഒന്ന് മാറ്റും. ദാറ്റ് ഈസ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നാക്കും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് കാണിക്കും. ബ്രാക്കറ്റിൽ അയാൾ കൊടുക്കുന്ന ലയബിലിറ്റീൻ്റെ പേര് നമ്മൾ കാണിക്കും. സോ നമ്മളിവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, സോ ഇഫ് എ ലയബിലിറ്റി സെറ്റിൽഡ് ബൈ പാർട്ട്ണർ ആണ് കൊടുക്കുന്നതെങ്കിൽ ദ എൻട്രി വിൽ ബി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട്ണർ കൊടുത്താലുള്ള എൻട്രി പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ അൺറെക്കോർഡ് അസറ്റ് വന്നതുപോലെ തന്നെ നമുക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട്, അൺറെക്കോർഡഡ് ലയബിലിറ്റീസ് വരാൻ സാധ്യതയുണ്ടടാ. അൺറെക്കോർഡഡ് ലയബിലിറ്റീസ് വരാൻ സാധ്യതയുണ്ട്. അൺറെക്കോർഡഡ് ലയബിലിറ്റീസ് വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കിരൺ കിച്ചു വന്നിട്ടുണ്ട്, ഹായ് പറഞ്ഞിട്ടുണ്ട്. AFS 1 വേർഡ് എടുക്കുക. AFS നമ്മൾ ക്ലാസ് കൃത്യമായിട്ട് ചാപ്റ്റർ വൈസ് ക്ലാസ് എടുക്കുന്നതാണ്. ബട്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. AFSന് നമ്മൾ ക്ലാസ്സുകൾ സെറ്റാക്കാം. നിങ്ങൾ മാക്സിമം ആളുകളെയും കൊണ്ടുവരണം. AFSൻ്റെ ക്ലാസ് നമ്മൾ തരുന്നതാണ് കേട്ടോ. അത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിച്ച് തരുന്നുണ്ട്. അതേപോലെ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഡിബഞ്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ AFS ഉള്ള ആളുകൾക്ക് അത് അറിയാം, ഇതിൻ്റെ പേരൊക്കെ അവർ കേട്ടിട്ടുണ്ടാവും. അല്ലാത്ത കുട്ടികളെ പേരൊന്നും കേട്ടിട്ടുണ്ടാവില്ല, അവർക്കത് പഠിക്കാനില്ല. സോ AFS നിങ്ങൾ സെറ്റാണെങ്കിൽ നമ്മളിവിടെ സെറ്റാണ്. നമ്മളതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലൈവ് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് ലൈവ് അറേഞ്ച് ചെയ്യുന്നതാണ്. ചാപ്റ്റർ വൈസ് ലൈവ് തന്നെ അറേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. AFS കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പഠിക്കാൻ വളരെ രസകരമായിട്ടുള്ളൊരു ഏരിയ ആണ് AFS എന്ന് പറയുന്നത്, അല്ലേ. ഇപ്പോൾ റേഷ്യോ അനാലിസിസ് പഠിക്കാനുണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാനുണ്ട്, അതേപോലെ ഡിബഞ്ചർ ഉണ്ട്, ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനി വരുന്നുണ്ട്, അല്ലേ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ സെറ്റാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ലൈവ് തന്നെ സെറ്റാക്കാം. ഓക്കെ, 1 വേർഡ് മാത്രമല്ല, നമുക്ക് ടോട്ടലായിട്ട് എടുക്കാം കേട്ടോ. സോ ഓക്കെ, നമ്മളിവിടെ ലയബിലിറ്റീസ് എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ സെറ്റിൽ ചെയ്തു. പാർട്ട്നേഴ്സ് കൊടുക്കുമ്പോൾ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ നമ്മൾ കാണിക്കണം. നെക്സ്റ്റ് വൺ അൺറെക്കോർഡഡ് ലയബിലിറ്റീസിൻ്റെ കേസ് ഞാനിവിടെ എൻട്രി ഇടുന്നില്ല.
അൺറെക്കോർഡഡ് ലയബിലിറ്റി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഫേം കൊടുക്കുകയാണെങ്കിൽ ടു ബാങ്ക് എന്ന് എഴുതുക. അത് പാർട്ട്ണറാണ് കൊടുക്കുന്നതെങ്കിൽ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് എഴുതുക കേട്ടോ. എന്നിട്ട് ബ്രാക്കറ്റിൽ എന്ത് കാണിച്ചാൽ മതി? അൺറെക്കോർഡഡ് ലയബിലിറ്റി എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, സെയിം എൻട്രി ആണ് വരിക. നമ്മൾ കൊടുക്കുമ്പോൾ ടു ബാങ്ക് എന്നാണ് വരിക, പാർട്ട്ണർ എടുത്ത് കൊടുക്കുമ്പോൾ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് വരും. ലാസ്റ്റ് വൺ റിയലൈസേഷൻ എക്സ്പെൻസ് എന്നൊരു ഐറ്റം കൂടി ഇവിടെ വരും നമുക്ക്. റിയലൈസേഷൻ എക്സ്പെൻസ്. സോ വാട്ട് ഈസ് റിയലൈസേഷൻ എക്സ്പെൻസ്? റിയലൈസേഷൻ എക്സ്പെൻസ് മീൻസ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, അസറ്റ് ക്ലോസ് ചെയ്തു, അസറ്റ് നമ്മൾ വിറ്റു, അല്ലേ, ലയബിലിറ്റീസ് നമ്മൾ സെറ്റിൽ ചെയ്തു. ഇവിടെ ഇത്രയും വർക്ക് നമുക്ക് ടോട്ടലി അവിടെ ഒരു ചിലവുണ്ടാവും, നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരു ചിലവുണ്ടാവും. ദാറ്റ് ഈസ് വാട്ട് റിയലൈസേഷൻ എക്സ്പെൻസ്. അത് നമ്മളാണ് കൊടുക്കുന്നതെങ്കിൽ, ഫേം ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്താ കാണിക്കേണ്ടത്? ടു ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതുക. ടു ബാങ്ക് ബ്രാക്കറ്റിൽ റിയലൈസേഷൻ എക്സ്പെൻസ്. എന്താ എൻട്രി വരിക? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് വരും. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് വരും. ഓക്കെ, സോ ഇനി റിയലൈസേഷൻ എക്സ്പെൻസ് ഒരു പാർട്ട്ണറാണ് കൊടുക്കുന്നെങ്കിലോ എന്താണ് നമ്മൾ എഴുതേണ്ടത്? ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് എഴുതുക. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് എഴുതുക. ഓക്കെ, ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ബ്രാക്കറ്റിൽ റിയലൈസേഷൻ എക്സ്പെൻസ്. ഓക്കെ, ആ എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. അതിൻ്റെ ഫുൾ ഐറ്റങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞു. റിയലൈസേഷൻ അക്കൗണ്ടിൽ അസറ്റുകൾ ആദ്യം ക്ലോസ് ചെയ്യുക, ലയബിലിറ്റി സെക്കൻഡ് ക്ലോസ് ചെയ്യുക, ദെൻ നമ്മൾ അസറ്റുകളൊക്കെ സെയിൽ ചെയ്യുക, ദെൻ ലയബിലിറ്റീസ് പേ ചെയ്യുക, അതേപോലെ നമ്മൾ റിയലൈസേഷൻ എക്സ്പെൻസും പേ ചെയ്യുക. ഇവിടെ അസറ്റ് വിൽക്കുമ്പോൾ ബൈ ബാങ്ക് എന്ന് കാണിക്കുക, അസറ്റ് പാർട്ട്ണർ കൊണ്ടുപോകുമ്പോൾ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നാണ് കാണിക്കേണ്ടത്. ഡെബിറ്റ് ഭാഗത്ത് ലയബിലിറ്റി കൊടുക്കുമ്പോൾ ടു ബാങ്ക് എന്ന് കാണിക്കുക, അതേപോലെ പാർട്ട്ണറാണ് കൊടുക്കുന്നെങ്കിലോ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നാണ് കാണിക്കേണ്ടത്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കിട്ടുന്ന ബാലൻസ് ഡെബിറ്റ് ഭാഗത്താണെങ്കിൽ, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് ഭാഗത്താണെങ്കിൽ ദിസ് ഈസ് റിയലൈസേഷൻ പ്രോഫിറ്റ്. ക്രെഡിറ്റ് ഭാഗത്താണെങ്കിൽ ദിസ് ഈസ് റിയലൈസേഷൻ ലോസ്. രണ്ടാണെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. റിയലൈസേഷൻ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, റിയലൈസേഷൻ ലോസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ട് ഇവിടെ ക്ലോസ് ആയി. സോ ഇതിൻ്റെ എൻട്രി നിങ്ങൾ ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കരുത്. ലെഡ്ജർ മനസ്സിൽ കൊണ്ടുവന്നിട്ടാണ് എൻട്രി പറയേണ്ടത്. അസറ്റ് ക്ലോസ് ചെയ്യാൻ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് ആണ്. ലയബിലിറ്റി ക്ലോസ് ചെയ്യാൻ എൻട്രി ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ ആണ്. ദെൻ ലാസ്റ്റ് വൺ നമ്മൾ ലയബിലിറ്റി പേ ചെയ്യാൻ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ആണ്. ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ബൈ പാർട്ട്ണറാണ് പേ ചെയ്യുന്നതെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റലാണ് വരിക. ആൻഡ് ഫൈനലി റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കുന്ന എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ഓർ ക്യാഷ് എന്നാണ് വേണ്ടത്. റിയലൈസേഷൻ എക്സ്പെൻസ് പാർട്ട്ണറാണ് കൊടുക്കുന്നതെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നാണ് വേണ്ടത്. അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ എന്നാണ്. അസറ്റ് പാർട്ട്നേഴ്സ് കൊണ്ടുപോകുമ്പോൾ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ എന്നാണ്. സോ ഈ ലെഡ്ജർ നമ്മൾ ഇമാജിൻ ചെയ്തതിന് ശേഷമാണ് എൻട്രികൾ പറഞ്ഞു നോക്കേണ്ടത്, എൻട്രി എഴുതി നോക്കേണ്ടത്. ഓക്കെ, സോ വി ആർ ക്ലോസിങ് നൗ. റിയലൈസേഷൻ അക്കൗണ്ട് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ട് ആണെന്ത്? റിയലൈസേഷൻ അക്കൗണ്ട്. നിങ്ങളുടെ പബ്ലിക് എക്സാമിനും ഒരു എസ്സേ വരെ എന്തിലായിരിക്കടാ? ഈ റിയലൈസേഷൻ അക്കൗണ്ട് തന്നെയായിരിക്കും. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കൂടുതൽ പ്രോബ്ലംസ് ആയിട്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട്, അതേപോലെ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. സോ അതുവരേക്കും ബൈ ബൈ. മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ ലൈവ് ഷെയർ ചെയ്യുക, ഈ ലൈവിൻ്റെ ലിങ്ക് എത്തിക്കുക. അതേപോലെ ഇനിയുള്ള ക്ലാസ്സുകളും നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഫ്രണ്ട്സുമായിട്ട് വന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.